38, 39 വയസ്സുള്ള 37, 38 വയസ്സുള്ള ഒരു ഭാര്യ ഭർത്താവ്. നമുക്ക് നിങ്ങൾ പറഞ്ഞാൽ, ഞാനിപ്പോ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പൊട്ടക്കളത്തരമാണെന്ന് പറയും. അവരുടെ മക്കള് 14 വയസ്സുള്ള മകനും ഇളയ കുഞ്ഞും ഉൾപ്പെടെ ദോശ ചുടും. ദോശ ചുടുന്നൊന്നുമല്ല പുണ്യം. അവര് ദോശ ചുടുമ്പം 6, 4, 10 നന്മ നിറഞ്ഞ ഹെൽമേരി ചൊല്ലിയിട്ടാണ് ദോശ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാനൊന്ന് ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പം വന്ന് പറഞ്ഞു, മാർട്ടിൻ വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നോട് പറഞ്ഞു, അച്ഛാ ഈ ദോശ എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? ഞാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ മാവ് കൊണ്ട്. അല്ലച്ചോ. ഞാൻ പറയാം, എങ്ങനെ ഉണ്ടാക്കിയത്? ഇത് 10 ഹെൽമേരി. ഞാൻ പറഞ്ഞു, 10 ഹെൽമേരി കൊണ്ട് എങ്ങനെ? അച്ഛാ, ഞങ്ങൾക്ക് ഇവനെ പഠിപ്പിച്ചിരിക്കുന്നത് 6 ഹെയിൽമേരി ചൊല്ലുമ്പോൾ ഈ അപ്പം ഒരു വശം വേവും, അടുത്ത 4 ഹെയിൽമേരി കൊണ്ട് അടുത്തത്. ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾക്ക് എവിടെ കിട്ടിയോ? ഈ വീട്ടിൽ നിരന്തര പ്രാർത്ഥന എന്ന് പറയുന്ന വലിയൊരു വെർച്യുവാണ്. ഈ കുടുംബത്തിന്റെ വലിയൊരു വെർച്യുവാണ് നിരന്തര പ്രാർത്ഥന. ചിലപ്പം ഒരാൾക്ക് നല്ല വ്യക്തമായ വൃത്തി, മറ്റൊരാൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള ഒരു കഴിവ്, മറ്റൊരാൾക്കാട്ടെ എന്ത് നെഞ്ചത്ത് കുത്തി മുറിച്ചാലും ക്ഷമിക്കാനുള്ള പ്രകൃതം നമുക്കെല്ലാം, ശ്രദ്ധിച്ചേ, നമുക്കെല്ലാം ഒരു സെലിബ്രേറ്റീവ് വെർച്യുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയോ? ലൂക്കാ 18:22. എന്നാൽ ഇനിയും നിനക്ക് ഒരു കുറവ് ബാക്കിയുണ്ട്. ഈ വചനത്തിന്റെ മുമ്പിൽ കുനിയേണ്ടാത്തവരായി ആരുണ്ടാകും പ്രിയപ്പെട്ടവരെ? സിനിമാ നടനെ പോലെ ഇരിക്കുന്ന അയാൾ ഈ പൈസയുമായിട്ട് ഇങ്ങോട്ട് വരണം. പണം നഷ്ടപ്പെട്ട മനുഷ്യനെ കണ്ടതേ അയാളുടെ ഇടയ്ക്ക് ഒന്നും ചോദിക്കാതെ ഈ ബാഗ് വെച്ചിട്ട് ഇയാൾ തിരിച്ചു നടക്കുക. അപ്പൊ ഈ പൈസ തിരിച്ചു കിട്ടിയ മനുഷ്യൻ പറഞ്ഞു, എടാ മോനെ, നീ നിന്നെ, എടാ നിന്റെ പേരെന്താ മോനെ? നീ മനുഷ്യനല്ല മോനെ, നീ മനുഷ്യനല്ല, നീ മാലാഖയാ. ദൈവത്തിൽ 1000-1 പോലും ഭൂമിയിൽ കാണാത്ത സ്പീഷീസ് ആണ് നീ ചെയ്ത ഈ ശുശ്രൂഷ. ഇത് ലോകത്തെ അറിയിക്കണം മോനെ. നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, അതൊക്കെ ചേട്ടാ, പേരൊക്കെ അതൊക്കെ, നിങ്ങൾക്ക് പൈസ കിട്ടിയല്ലോ, ഞാൻ പോകട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ അങ്ങനെ പോകരുത്, ഇത് ലോകം അറിയണം, ഇത് ചരിത്രത്തിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് എന്റെ പൊന്നുമോനെ, ഇതൊരു സാക്ഷ്യമാണ്, എനിക്കിത് അറിയിക്കണം. അദ്ദേഹം പിന്നെ ഈ ചെറുപ്പക്കാരൻ അങ്ങ് ദേഷ്യപ്പെടാൻ തുടങ്ങി. നോ, ഐ ടോൾഡ് യു, നോ, ഐ ഡോണ്ട് വാണ്ട് എനി കൈൻഡ് ഓഫ് പബ്ലിസിറ്റി. ഇയാളങ്ങ് നടക്കുക. ഇവൻ ഓടി പറഞ്ഞു, അങ്ങനെയാണ് നിന്റെ ഭാര്യയോടെങ്കിലും എനിക്കൊന്ന് നന്ദി പറയണം, കാരണം അവൾ ഭാഗ്യവതിയാണ്, കാരണം നിന്നെപ്പോലെ ഒരാളെ ജീവിത പങ്കാളിയായി കിട്ടിയ അവളോടെങ്കിലും എനിക്ക് പോയി നന്ദി പറഞ്ഞു. ഇയാൾ കാറിന്റെ അടുത്തേക്ക് ഓടിയപ്പം ഇയാൾ അങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ഐ ടോൾഡ് യു ടു ഗോ ബാക്ക്, നോ, ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ഇയാളോട് ദൈവമേ, ഒരു സ്വന്തം ഭാര്യയോട് പോലും പറയേണ്ടെന്ന് ആഗ്രഹിക്കുന്ന അത്രയും നിർമ്മമമായി ദൈവമഹത്വത്തിന് വേണ്ടി കാര്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ. 20 ലക്ഷം രൂപയും തിരിച്ചു കിട്ടി. അയാൾ കൂസാതെ അങ്ങ് നിഴല് പോലെ പോകുന്നു. പിന്നീടാണ് അയാൾക്ക് മനസ്സിലായത്, ഈ മനുഷ്യൻ സാമ്പത്തിക രംഗത്ത് അബ്സല്യൂട്ട്ലി ക്ലീനാണ്. ഈ മനുഷ്യൻ 10 പൈസയുടെ കള്ളത്തരം ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല, ചതിക്കത്തില്ല. അയാള് പൈസ 10 കോടി മറിച്ചു കിട്ടിയാൽ ഈ മനുഷ്യൻ തൊടത്തില്ല. പക്ഷേ അയാളുടെ വാഹനത്തിലിരുന്നത് 10-14 വർഷമായി അയാൾക്ക് ചോരയും ജീവനും കൊടുക്കുന്ന ഭാര്യയെ മറച്ച ഒരു ബന്ധമാണ്. അതറിയാതിരിക്കാനായിട്ടാണ് വണ്ടിക്കടുത്തേക്ക് ഓടിയപ്പോഴും, പേര് ചോദിച്ചപ്പോഴും, നാളെ ചോദിച്ചപ്പോഴും, ഫോൺ നമ്പർ ചോദിച്ചപ്പോഴും അല്ല ഇയാൾ കുതറി മാറിയത്. പബ്ലിസിറ്റി വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, അയാള് ഫിനാൻഷ്യലി വെരി ക്ലീൻ മാനാണ്. പക്ഷേ അയാളുടെ വാഹനത്തിൽ അയാൾക്ക് മറവുണ്ടായിരുന്നു. ഇനിയും നിനക്കൊരു കുറവ് ബാക്കിയുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ വചനത്തിന്റെ മുമ്പിൽ ഒടിയേണ്ടവരാണ് നമ്മളെല്ലാം. ഈ വചനത്തിന്റെ മുമ്പിൽ ഒടിയേണ്ടവരാണ് നമ്മളെല്ലാം. നമ്മൾ ശരിയാണ്, യേശയ്യായെ പോലെ പ്രസംഗിച്ചിട്ടുണ്ട്, നമ്മൾ യേശയ്യായെ പോലെ വീരവാദം കാണിച്ചിട്ടുണ്ട്, നമുക്ക് ചിലപ്പോൾ ഇത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. യേശയ്യ എങ്ങനെയായിരുന്നു പ്രസംഗിച്ചത്? യേശയ്യയുടെ പുസ്തകം 5:18 തൊട്ട് നിങ്ങൾ വായിക്കണം. എന്നാ സൂപ്പർ പ്രസംഗമാ. ഇതുപോലൊരു പ്രസംഗം ബൈബിളിൽ കാണാൻ പറ്റത്തില്ല. എന്നാ രസമെന്നറിയോ? തിന്മയെ നന്മയാക്കുന്നവർക്ക് ദുരിതം, അനീതിയെ കയറുകൊണ്ട് വലിച്ചിഴയ്ക്കുന്നവർക്ക് ദുരിതം, ഇരുട്ടിനെ വെളിച്ചമെന്ന് വിളിക്കുന്നവർക്ക് ദുരിതം, വെളിച്ചത്തെ ഇരുട്ടെന്ന് വിളിക്കുന്നവർക്ക് ദുരിതം, സാമ്രാജ്യങ്ങൾക്ക് ദുരിതം, മട്ടുപ്പാവിലിരിക്കുന്നവർക്ക് ദുരിതം, ദൂരസ്ഥർക്ക് ദുരിതം, സാമ്രാജ്യങ്ങൾക്ക് ദുരിതം, രാജാവിന് ദുരിതം. ആര് തിന്മ ചെയ്താലും യേശയ്യ ചാട്ടുളി പോലെ പ്രസംഗിക്കും. നല്ല എത്തിക്കലാണ് ഈ മനുഷ്യൻ. ഞാൻ ആദ്യം കഴുകപ്പെടേണ്ടത്, ഇനിയും നിനക്കൊരു കുറവ് ബാക്കിയുണ്ട്. ഇവിടെ നമുക്ക് അത്ഭുതകരമായ കൃപകൾ ഉണ്ടാവാം. നമ്മുടെ കുടുംബത്തെ മനോഹരമായി നയിക്കുന്നവരായിരിക്കാം, പൊതുകാര്യങ്ങൾ വ്യക്തമായും സിസ്റ്റമാറ്റിക്കായിട്ടും ചെയ്യുന്നവരായിരിക്കാം. അതെല്ലാം ദൈവത്തിന്റെ കരുണയാണ്, ഗ്രേസാണ്, വെർച്യുവാണ്, പുണ്യവുമാണ്. പക്ഷേ ഈ പുണ്യത്തിന്റെ എല്ലാം ഇടയിൽ നമ്മൾ പൊതുവെ ഇതുവരെ ശ്രദ്ധിക്കാത്ത ഒരു കുറവ് ബാക്കി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയും നിനക്ക് ഒരു കുറവ് ബാക്കി.
ഇനിയും നിനക്ക് ഒരു കുറവ് ബാക്കിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ വന്നാൽ പറയും, എൻ്റെ അടുത്ത് വേണ്ട, ഞങ്ങളുടെ മേക്കിട്ട് കയറണ്ട, നിർത്തിക്കോ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, ആരൊക്കെ എന്തൊക്കെയാന്ന് ഞങ്ങൾക്കറിയാം. മാങ്ങാണ്ടിയോട് അടുത്തപ്പോഴേ പുളി അറിയത്തുള്ളൂ എന്ന് പറയുന്ന പോലെ, ഉള്ളി തൊലിച്ചപ്പോഴല്ലേ ഉള്ളില്ലായ്മ അറിഞ്ഞെന്ന് പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ആരാണെന്നൊക്കെ എല്ലാം അറിയാം. അപ്പൊ നമ്മളിങ്ങനെ സമൂഹത്തിലുള്ളൊരു വലിയ ഒരു സാച്ചുറേഷനിലാണ്, വല്ലാത്തൊരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള അവസ്ഥയിലാണ് സമൂഹം. ആർക്കും ആരെയും ഒന്നും പറഞ്ഞ് തിരുത്താൻ പറ്റത്തില്ല, പ്രബോധനം സ്വീകരിക്കാൻ ആളില്ലാണ്ട് വരുന്നു. തന്നെയല്ല, നമ്മൾ നോക്കുമ്പോൾ പല കാര്യത്തിൽ ആരും കുറ്റമറ്റവരല്ല. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടിൽ ചെന്നപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹം ഒത്തിരി കൈക്കൂലി വാങ്ങും. അപ്പൊ നമ്മളൊരു ശുശ്രൂഷകനോട് അടുത്തപ്പോൾ അവിടെ കിട്ടിയത് അദ്ദേഹം ഒത്തിരി മുൻകോപക്കാരനാണ്. വേറൊരാൾ അടുത്തപ്പോൾ അവിടെ കിട്ടിയത് അദ്ദേഹം ഒരു വൃത്തിയില്ലാത്ത ആളാണ്. ഇങ്ങനെ പലരോടും അടുത്തടുത്ത് ചെന്നപ്പോൾ നമുക്ക് പലതും പിടികിട്ടി. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, ഇവരെക്കാളെല്ലാം 100 കോടിയുടെ 1000 കോടിയുടെ ഒക്കെ കള്ളത്തരം, അങ്ങേയറ്റത്തെ വലിയ ക്രൂര പ്രവർത്തികൾ, ഇതെല്ലാം കാണുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, എന്തുകൊണ്ട് ഇവരെക്കാളും എല്ലാം ഭേദം, എന്തുകൊണ്ടും എൻ്റെ പൊന്നേ ഇവരെക്കാളെല്ലാം ഭേദം നമ്മളാണ്. ഇങ്ങനെ നമ്മുടെ എല്ലാ മനസ്സിൽ ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു ചിന്ത ഇതാണ്, നമ്മളെ സത്യത്തിൽ ആരും ഭരിപ്പിക്കാൻ വരണ്ട, ഇങ്ങോട്ട് വരണ്ട. കാരണം എന്ത് ചെയ്യണം നമുക്കറിയാം, പിന്നെ നിങ്ങളൊക്കെ ആരാന്നുള്ള കാര്യം ഞങ്ങൾക്ക് പറയും. ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭാരമുള്ള ഈ സമയത്ത് നമുക്ക് സങ്കീർത്തനം 53:3 നിന്ന് ആരംഭിക്കാം. ദൈവത്തിന്റെ ഒരു അന്വേഷണത്തെ കുറിച്ച് സങ്കീർത്തനം 53:3 മനോഹരമായ സങ്കീർത്തനമാണിത്. നിങ്ങൾ എല്ലാവരും വായിക്കണം. ദൈവമാകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നോക്കി, നല്ലവരായി ആരെങ്കിലും ഉണ്ടോ, ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ. ഇതൊരു വലിയ അന്വേഷണം. ദൈവം തന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും ടെലസ്കോപ്പ് വെച്ചിട്ട് മനുഷ്യനെ നോക്കുകയും സ്കാനിങ് മെഷീൻ വെച്ചിട്ട് മനുഷ്യരെ, എന്നെയല്ല നിങ്ങളെയല്ല നമ്മളെ മുഴുവൻ സ്കാൻ ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. സങ്കീർത്തനം 53:3 സ്കാനിങ് റിപ്പോർട്ട് വെച്ചിരിക്കുക. നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടിൽ നമുക്ക് ആരംഭിക്കാം. അപ്പൊ അച്ഛനെ കുറിച്ചും ഈ ശുശ്രൂഷ ചെയ്യുന്ന എന്നെക്കുറിച്ചും ശുശ്രൂഷയെ കേൾക്കുന്ന ഓരോരുത്തരെ കുറിച്ചും, നമ്മുടെ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഉണ്ടായിരിക്കാം, പക്ഷെ അച്ഛനെ കുറിച്ചും അമ്മയെക്കുറിച്ചും എല്ലാം കർത്താവ് സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പം എല്ലാവരുടെയും സ്കാനിങ് റിപ്പോർട്ട് സെയിം ആയിപ്പോയി. ഇങ്ങനെ ഒരു സ്കാനിങ് റിപ്പോർട്ട് ഭൂമിയിൽ ഒരു ആശുപത്രിയിലും ഉണ്ടായി കാണത്തില്ല. എല്ലാ പേഷ്യന്റിനും ഒറ്റ റിപ്പോർട്ട്. സങ്കീർത്തനം 53:3 എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദൂഷിച്ചിരിക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദൂഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള വചനമാണ്. ദൈവത്തിന്റെ ഈ ഇക്വേഷൻ ഏത് കാര്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. കൊടിയ പാപികളുണ്ടല്ലോ, നമുക്കൊന്നും ചിന്തിക്കാം, നമ്മൾ പാപികളാണ്, കൊടിയ പാപികളുണ്ട്. പക്ഷെ കർത്താവ് സ്കാനിങ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ്, എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദൂഷിച്ചിരിക്കുന്നു. ഈ വചനം ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്കൊന്ന് ഒരുമിച്ച് പറയാം. സങ്കീർത്തനം 53:11 എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദൂഷിച്ചു പോയിരിക്കുന്നു. മനസ്സിലുള്ള ഈ സങ്കീർത്തനം താഴോട്ട് വായിക്കണം. മനഃശാസ്ത്രം പഠിച്ചവർക്ക് അത് വളരെ പെട്ടെന്ന് പിടികിട്ടും. സങ്കീർത്തനം 53 ഒടുവിലേക്ക് വരുമ്പം വേറൊരു ഫൈൻഡിങ് കൂടെ അവിടെ എഴുതി വെച്ചിരിക്കുക. ഈ എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയെന്ന് പറഞ്ഞിട്ട് അതാ അവർ പരിഭ്രാന്തരായി ഇതുവരെ കാണാത്ത പരിഭ്രാന്തി എന്നും കൂടെ പറഞ്ഞിട്ടാ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിലെ വഴിതെറ്റല് എനിക്കും നിങ്ങൾക്കും വരുത്തിയ വലിയ ടെൻഷനെ കുറിച്ച്, വലിയ ആങ്സൈറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുക. മനുഷ്യൻ പിന്തിരി ഓടുക, പിരിവിരിപ്പൻ ഓട്ടവാ. പ്രിയപ്പെട്ടവരെ, പണ്ട് ആ കുഞ്ഞുനാളിലുണ്ടായിരുന്ന സെറനിറ്റി, ആ ചിരി, ആ ശാന്തത, ആ സമാധാനം, ആ കഞ്ഞിയും കറിയും വെക്കൽ, ആ മണ്ണുകൊണ്ട് പുട്ട് കഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന സമാധാനം എവിടെ പോയി? ആര് കൊണ്ടുപോയി? ഏത് കാക്ക കൊത്തിക്കൊണ്ടുപോയി? ഇതാ പരിഭ്രാന്തി, ഇന്ന് വരെ കാണാത്ത പരിഭ്രാന്തി. ഏത് വീട്ടിൽ ചെന്നാലും, മലയാളികളുടെ വീട്ടിൽ ചെന്നാല്, ഗൾഫുകാരുടെ വീട്ടിൽ ചെന്നാല്, വൈദികരുടെ കൂട്ടത്തിൽ ചെന്നാല് പണ്ടില്ലാത്തൊരു ടെൻഷൻ, ഇതാ പരിഭ്രാന്തി, ഇതുവരെ കാണാത്ത പരിഭ്രാന്തി. പ്രിയപ്പെട്ടവരെ, ഈ മഹാമാരി വന്നപ്പോൾ മാത്രമല്ല, അല്ലെങ്കിലും നമുക്ക് നല്ല ഒന്നാം തരം ടെൻഷൻ. സത്യത്തിൽ മഹാമാരി വന്നുകൊണ്ട് ഇച്ചിരി ഇരുന്ന് സമാധാനം കിട്ടിയിട്ടുണ്ട്. മറ്റതെന്തൊരു ടെൻഷനാ, ഇതുവരെ കാണാത്ത പരിഭ്രാന്തി. നിങ്ങൾ വ്യക്തിപരമായിട്ട് ആലോചിക്കുക. 14 വയസ്സിലും 13 വയസ്സിലും 10 വയസ്സിലും ഉണ്ടായിരുന്ന ആ സമാധാനവും നിർമ്മലമായ ചിരിയും ആര് കവർന്നെടുത്തുകൊണ്ട് പോയി? ഇതാ പരിഭ്രാന്തി, ഇതുവരെ കാണാത്ത പരിഭ്രാന്തി. കാരണം ഇതാണ്, എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചിരിക്കുന്നു.
ഇത് വാത്സല്യമുള്ള സഹോദരങ്ങൾ, ഇത് പറയുമ്പം നമുക്കൊരു ചിന്ത വരും, നമുക്കെല്ലാം വരുന്നൊരു ചിന്തയുണ്ട്, അങ്ങനെ ഒരു മോശക്കാരനാണോ ഞാൻ? ഒരിക്കലുമല്ല. എന്നിൽ ചില പ്രധാനപ്പെട്ട നന്മകളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളൊരു കുഞ്ഞു കാര്യം പറയാം. ഞാനൊരു കൊച്ചിടവകയിലിരുന്നു. അവിടെ എല്ലാവർക്കും മിഠായി കൊടുക്കുമായിരുന്നു. ഈസ്റ്ററിനും ക്രിസ്മസിനും എല്ലാം മിഠായി കൊടുക്കും. അപ്പോൾ ആളുകൾക്ക് എല്ലാം ഇഷ്ടമാകും. പക്ഷേ ചോക്ലേറ്റ് വാങ്ങി എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഇടവക്കാർക്കെല്ലാം ഓരോ സോപ്പ് കൊടുക്കും. ആ ജനം എന്നെ മറന്നിട്ടില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ നയിക്കുന്ന ജോസച്ചൻ ഒരു കൊച്ചു ഇടവകയിൽ ശുശ്രൂഷിക്കുക, അവിടുത്തെ കാര്യം മറക്കത്തില്ല. കാരണം നിത്യകാലം അവരെ ശുശ്രൂഷിക്കാൻ ഒരു ആശുപത്രി ഉൾപ്പെടെ എല്ലാം സെറ്റ് ചെയ്ത് പൂർണ്ണമായി അവരെ ഏൽപ്പിച്ചിട്ടായി ശുശ്രൂഷയ്ക്ക് പോന്നിരിക്കുന്നത്. അപ്പോൾ കിട്ടിയത് കൊടുക്കുന്ന ഒരു വലിയ, കിട്ടിയത് പിടിച്ചു വെക്കാതെ പങ്കുവെക്കുന്ന ഒരു രീതി തീർച്ചയായും എനിക്കുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനുമുണ്ട്. നിങ്ങളെ നയിക്കുന്ന ഡാരിസച്ചനും നിങ്ങളുടെ ശുശ്രൂഷകർക്കും പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾക്കും നമ്മുടെ എല്ലാ അധ്യാപകർക്കും എല്ലാം ഇതുപോലെ പ്രകടമായ ചില നന്മകളുണ്ട്. ഞങ്ങളുടെ ഡാരിസച്ചനിലെ പ്രസന്നത കണ്ടിട്ടുണ്ട്. പ്രസന്നത അതൊരു വലിയ കൃപയാണ്. എപ്പോഴും പ്രസന്നനായിരിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളൊരു കാര്യം പറയാം. എനിക്ക് കിട്ടിയ സർവ്വസമ്മാനങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, സർവ്വസമ്മാനങ്ങൾ. അപ്പോൾ സമ്മാനം കൊടുക്കുക എന്നുള്ളത് കുഞ്ഞു കാര്യമാണോ? അതൊരു നല്ല കാര്യം തന്നെയാണ്. എനിക്ക് കിട്ടിയ ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് കൊച്ചു കാര്യമാണോ? ഇന്ന് ആ ഇടവകയിൽ നിന്ന് പോകുന്നതിന് ശേഷം ആൾക്കാർ പറയും, അയ്യോ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് മിഠായി കിട്ടി, ദൈവമേ ഞങ്ങൾ എന്തോരം സോപ്പ് കിട്ടി, ഞങ്ങളൊക്കെ സോപ്പ് ഇട്ട് ദൈവം ഇനി സോപ്പ് ഇരിക്കുക അച്ഛാ കുളിക്കാനായിട്ട്. പറഞ്ഞതെല്ലാം ശരിയാ. അപ്പം പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നീട് ഈ ജനം എന്നോട് പറയാം, അയ്യോ അച്ഛൻ തന്ന സമ്മാനമൊക്കെ ഞങ്ങൾക്ക് ഇനി എന്ന് കിട്ടും കച്ചാ, ഞാൻ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് സമ്മാനം കിട്ടി, ദൈവമേ ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളുടെയൊക്കെ കൈ നിറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ആ സമ്മാനമൊക്കെ ഇരിപ്പുണ്ട്. ഇത് കേൾക്കുമ്പം ഞാൻ ഒരു കാര്യം ഓർക്കും. എന്നാന്നറിയാമോ? ഞാനിങ്ങനെ അങ്ങ് ചിന്തിക്കും, ദൈവമേ ഞാൻ കൊടുത്തു, ഞാൻ വളർത്തിച്ചു പോയി, ദൈവമേ എനിക്ക് ശേഷം വന്ന് അങ്ങനെ ചെയ്തില്ലേ, അയ്യോ ദൈവമേ എനിക്കേ പറ്റിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, വി ഓൾ ഹാവ് സം സെലിബ്രേറ്റീവ് വെർച്യൂസ്. തോരണം ചാർത്തി നിൽക്കുന്ന ചില പുണ്യങ്ങൾ സകല മനുഷ്യർക്കും ഉണ്ട്. അതിലൊന്നാ എനിക്ക് കിട്ടിയ ഈ കൊച്ചു മുട്ടായി കൊടുക്കുന്ന പ്രകൃതം. നിങ്ങളിൽ ഒരാൾക്ക് ചില അപൂർവ പുണ്യങ്ങളുണ്ട്. ഞാൻ ദിവസങ്ങളിൽ ഒരാളെ കണ്ടു, അപൂർവ വ്യക്തതയോടുകൂടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ. ഞാനത് തൊട്ടടുത്ത ഇടവകയിൽ പറയുകയും ചെയ്ത്, ഗൾഫിൽ വെച്ചാണ് കണ്ടത്. 38-39 വയസ്സുള്ള 37-38 വയസ്സുള്ള ഒരു ഭാര്യ ഭർത്താവ്. നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പൊട്ടക്കളത്തരമാണെന്ന് പറയും. അവരുടെ മക്കള് 14 വയസ്സുള്ള മകനും ഇളയ കുഞ്ഞും ഉൾപ്പെടെ ദോശ ചുടുന്നൊന്നുമല്ല പുണ്യം. അവര് ആ ദോശ ചുടുമ്പം 6-4-10 നന്മ നിറഞ്ഞ ഹെൽമേരി ചൊല്ലിയിട്ടാണ് ദോശ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാനൊന്ന് ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പം വന്ന് പറയും, മാർട്ടിൻ വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നോട് പറഞ്ഞു, അച്ഛാ ഈ ദോശ എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? ഞാൻ പറയാൻ ഉണ്ടാക്കിയ മാവ് കൊണ്ട്. അല്ലച്ചോ. പിന്നെ ഞാൻ പറയാം എങ്ങനെ ഉണ്ടാക്കിയത്? ഇത് 10 ഹെൽമേരി. ഞാൻ പറഞ്ഞു 10 ഹെൽമേരി കൊണ്ട് എങ്ങനെ? അച്ഛാ ഞങ്ങൾക്ക് ഇവനെ പഠിപ്പിച്ചിരിക്കുന്നത് 6 ഹെയിൽമേരി ചൊല്ലുമ്പോൾ ഈ അപ്പം ഒരു വശം വേവും, അടുത്ത 4 ഹെയിൽമേരി കൊണ്ട് അടുത്തതും. ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾക്ക് എവിടെ കിട്ടിയോ? ഈ വീട്ടിൽ നിരന്തര പ്രാർത്ഥന എന്ന് പറയുന്ന വലിയൊരു വെർച്യുവാണ്. ഈ കുടുംബത്തിന്റെ വലിയൊരു വെർച്യുവാണ് നിരന്തര പ്രാർത്ഥന. ചിലപ്പം ഒരാൾക്ക് നല്ല വ്യക്തമായ വൃത്തി, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള ഒരു കഴിവ്, മറ്റൊരാൾക്കാട്ടെ എന്ത് നെഞ്ചത്ത് കുത്തി മുറിച്ചാലും ക്ഷമിക്കാനുള്ള പ്രകൃതം. നമുക്കെല്ലാം ഒരു സെലിബ്രേറ്റീവ് വെർച്യുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ലൂക്കാ 18:22. എന്നാൽ ഇനിയും നിനക്കൊരു കുറവ് ബാക്കിയുണ്ട്. ഈ വചനത്തിന്റെ മുമ്പിൽ കുനിയേണ്ടാത്തവരായി ആരുണ്ടാകും പ്രിയപ്പെട്ടവരെ? തീർച്ചയായും എനിക്ക് പറയാൻ പറ്റില്ല. ഇനിയും നിനക്കൊരു കുറവ് ബാക്കിയുണ്ട്. നീ കുബേരനാണ്, നീ കുലീനനാണ്, നീ ദാനശീലനാണ്, കുഞ്ഞെ നീ പ്രാർത്ഥിക്കുന്നയാളാണ്, നീ ധാരാളമായി ഹാർഡ് വർക്കിംഗ് ആണ്, നീ കൃത്യതയുള്ള ആളാണ്, നീ ശാന്തനാണ്, കലവല വർത്താനം പറയാത്ത ആളാണ്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇനിയും നിനക്ക് ഒരു കുറവ് ബാക്കിയുണ്ട്. ലൂക്കാ 18:22. ഇനിയും നിനക്ക് ഒരു കുറവ് ബാക്കിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മുടെ ശുശ്രൂഷയുടെ മഹത്വം കിടക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും 1 തിമോത്തി 5:14 വായിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? 1 തിമോത്തി 5:14 വായിച്ചെടുക്കേണ്ട ഒരു വചനം. ആ വചനം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. വചനം ഇതാണ്: ചിലരുടെ പാപങ്ങൾ ന്യായവിധിയിലേക്ക് നയിക്കത്തക്ക വിധം പ്രകടമാണ്, മറ്റു ചിലരുടെ സാവധാനമേ വെളിപ്പെടുകയുള്ളൂ. ചിലരുടെ പാപങ്ങൾ നെറ്റിയിലെ ചാന്തുപൊട്ട് പോലെ, തങ്കഭസ്മ കുറി പോലെ
കണ്ടപ്പോൾ തന്നെ പ്രകടമായി അവന്റെ പാപം പുറത്തായി. അത് ആളുകൾ അറിഞ്ഞു. അവൻ അവഗണിക്കപ്പെട്ടു, അവൻ അപമാനിതനായി, അവൻ നിന്ദനപ്പെട്ടു. നിങ്ങളോട് ഞാൻ ഉദാഹരണം പറയാം. ഒരു ലോകൈക കുറ്റവാളി, കുപ്രസിദ്ധൻ, ക്രൂരൻ, അനേകരെ കൊന്നവൻ, പീഡിപ്പിച്ചവൻ, തകർത്തകൻ, മർക്കടമുഷ്ടി, ലോകം മുഴുവൻ അറിഞ്ഞൊരു വല്ലാത്ത ദുഷ്ടൻ. അദ്ദേഹത്തെ ഒരു വലിയ രാജ്യം പിടിച്ചെന്നിരിക്കട്ടെ, ഒരു വലിയ രാജ്യം 150-200 പേരെ കൊന്നു, നശിപ്പിച്ചു, കുടുംബങ്ങളെ തകർത്തെറിഞ്ഞ ഒരു മഹാദുഷ്ടൻ, ഒരു മഹാക്രൂരൻ, അയാളെ ഒരു വലിയ രാജ്യം പിടിച്ചെന്നിരിക്കട്ടെ. നമ്മളെല്ലാം അറിഞ്ഞു. എന്നിട്ട് ആ രാജ്യം അദ്ദേഹത്തെ വിധിച്ച് തൂക്കിക്കൊല്ലാൻ പോവാ. ശ്രദ്ധിച്ച് കേൾക്കണം, വിധിച്ച് തൂക്കിക്കൊല്ലാൻ പോവുക. അപ്പൊ ആ TV-യിലൂടെ ഇന്ന് വൈകിട്ട് 10:30 മണിക്ക് അദ്ദേഹത്തിന്റെ വെടിവെച്ച് കൊല്ലുന്നത് ഇന്ന് ടെലികാസ്റ്റ് ചെയ്യും. ഒരു വലിയ രാജ്യം അവനെ പിടിച്ചു. മഹാദുഷ്ടനാണ്, മഹാക്രൂരനാണ്. അവനെ പിടിച്ചു തൂക്കിക്കൊല്ലാൻ, വെടിവെച്ച് കൊല്ലാൻ പോവുക. നമ്മളെല്ലാം ഇങ്ങനെ TV-യുടെ മുമ്പിൽ ഇരിക്കുക. ഒത്തിരി പേരെ കൊന്നയാളാ കേട്ടോ, അനേകരെ നശിപ്പിച്ചു, ഭയങ്കര ക്രൂരൻ, കേട്ടുകേൾവിയില്ലാത്തവൻ. നമ്മൾ എന്നാ പറയും പ്രിയപ്പെട്ടവരെ? മലയാളികളായ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കും, നമ്മൾ എന്നാ പറയും? അവനെ ഒറ്റ വെടിക്ക് കൊല്ലാൻ പോവാ, നമ്മൾ എന്നാ പറയും? മിസ്സിമാരെ, നമ്മൾ എന്നാ പറയും? ഇവനെയൊന്നും അങ്ങനെ ഒറ്റ വെടിക്ക് ഇവനെയൊന്നും അങ്ങനെ ഒറ്റ വെടിക്ക് കൊല്ലരുതെന്നോ കൊല്ലണമെന്നോ? ഇവനെയൊന്നും ഒറ്റ വെടിക്ക് കൊല്ലരുത്. പിന്നെ ഇവനെ എന്നാ എടുക്കണം? ഇവനെയൊക്കെ ഈ ഇഞ്ചിഞ്ചായി കൊല്ലണം. ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു റിപ്ലിക്കായി. കാരണം അവൻ പിടിക്കപ്പെട്ടു, അവന്റെ പാപം പുറത്തായി, അവന്റെ ദേഹത്ത്, അവന്റെ ശരീരത്തിൽ, ആത്മാവിൽ അവനെ മേഞ്ഞ് അവനെ ചവിട്ടിക്കൊടുക്കാൻ ആർക്കും പറ്റും. എന്നാൽ അടുത്ത വചനം നമ്മളെ കുറിച്ചാണെന്ന് ഇന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. മറ്റു ചിലരുടെ പാപങ്ങൾ സാവധാനമേ വെളിപ്പെടുകയുള്ളൂ. മറ്റു ചിലരുടെ പാപങ്ങൾ സാവധാനമേ വെളിപ്പെടുകയുള്ളൂ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ 6 വയസ്സ് തൊട്ടോ 4 വയസ്സ് തൊട്ടോ 9 വയസ്സ് തൊട്ടോ ഈ 65 വയസ്സ് വരെയോ 34 വയസ്സ് വരെയോ 83 വയസ്സ് വരെയോ ഉള്ള പാപങ്ങൾ ദൈവം മറച്ചു വെച്ചത് കൊണ്ടല്ലേ നാം ഇങ്ങനെ സന്തോഷിച്ച് നടക്കുന്നത്? നമ്മുടെയൊക്കെ പൗരസ്ത്യ ആരാധനക്രമത്തിൽ ഒരു വിധിയുള്ളതുപോലെ, മധുബഹയും ബേമയും തമ്മിൽ മറയ്ക്കുന്ന വിധിയുള്ളതുപോലെ സത്യസന്ധമായിട്ട് ഇത് നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മയെ ചോദിക്കുക. നമ്മുടെ കുടുംബത്തിലെ അപ്പന്റെ പാപം അത് കണക്കിന് മുഴുവനും ദൈവം വെളിപ്പെടുത്തി ഭാര്യയെ അറിയിച്ചാൽ, പ്രിയപ്പെട്ട ഭാര്യയുടെ പാപങ്ങൾ മുഴുവനും വെളിപ്പെടുത്തി ഭർത്താവിനെ അറിയിച്ച, കുഞ്ഞുങ്ങളെ അറിയിച്ചാൽ ഈ പറയുന്ന ആദരവോടുകൂടി ഭർത്താവ് ഭാര്യയെ നോക്കുവോ? വേണ്ട, അതെല്ലാം വിട്ടേ. എൻ്റെ ജീവിതത്തിലെ സകല പാപങ്ങളും എടുത്ത് മണിമണിയായി വ്യക്തമായി നിങ്ങളെ ദൈവം അറിയിച്ചാൽ, ദീപിക പത്രത്തിന്റെ ഫ്രണ്ട് പേജ് പോലെ വ്യക്തമായ ഒരു ബ്ലൂ പ്രിന്റ് എടുത്തു തന്നാൽ, നിങ്ങൾ ആരെങ്കിലും ഇതേ സ്നേഹത്തോടെ ഈ വചനം കേൾക്കുമോ? ഒരിക്കലുമില്ല. ചിലരുടെ പാപങ്ങൾ ന്യായവധിയിലേക്ക് നയിക്കത്തക്ക വിധം പ്രകടമായി ചിലരെ ഞാൻ സമ്മതിച്ചില്ല. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് പള്ളിയിലിരുന്ന് പണ്ടും ഇന്നുമെന്നും ദൈവം കാണിച്ച കരുണയോർത്ത് എളിയ രീതിയിൽ പ്രാർത്ഥിച്ചപ്പം എൻ്റെ വായിലേക്ക് ദൈവം ഒരു വരി വെച്ച് തന്നു. ഒരു ഭോഷനെ പോലെ എന്നെ വിശ്വസിച്ച നാഥ, ഈ ദോഷമെല്ലാം ഞാൻ എവിടെ കൊണ്ടുപോയി മറയ്ക്കും? ഒരു ഭോഷനെ പോലെ എന്നെ വിശ്വസിച്ച നാഥ, ഈ ദോഷമെല്ലാം ഞാൻ എവിടെ കൊണ്ടുപോയി മറയ്ക്കും? പള്ളിയിരുന്നപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെയുള്ള കുറവുകളിൽ ദൈവം കാണിച്ച കരുണയിൽ എനിക്ക് കരയാനേ ഉള്ളൂ. ഈ ഒരു ഭോഷനെ പോലെ, ഒരു പൊട്ടനെ പോലെ എന്നെ വില വെച്ച നാഥ, എന്നെ എപ്പോൾ അനുദപിച്ചാലും ഒരു പൊട്ടനെ പോലെ നീ എന്നെ അങ്ങ് വിശ്വസിക്കും. ഞാൻ ഇനി ഒരിക്കലും പാപം ചെയ്യില്ല എന്ന കണക്കിന് എല്ലാ അർത്ഥത്തിലും നീ എന്നെ വിശ്വസിച്ച് കളയും. ഒരു ഭോഷനെ പോലെ എന്നെ വിശ്വസിച്ച നാഥ, ഈ ദോഷമെല്ലാം ഞാൻ എവിടെ പോയി മറയ്ക്കും? ഇത് വത്സലമുള്ളവരെ, തൊട്ടടുത്ത രാജ്യത്ത് ശുശ്രൂഷ ചെയ്തപ്പോൾ ഒരു ക്ലാസിക്കൽ അനുഭവം ഉണ്ടായി. നമ്മുടെ മലയാളിക്കുണ്ടായ ഒരു അനുഭവമാണ്. അദ്ദേഹത്തിന്റെ കുറേ പൈസ, ഒരു 10-20 ലക്ഷത്തോളം വരുന്ന പൈസ പെട്രോൾ ബങ്കിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് വരുന്ന സമയത്ത് US ഉണ്ടായ സംഭവമാണ്. ആ പൈസ അങ്ങ് പോയി. എവിടെ വെച്ച് പോയെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം ഒരു 20-25 കിലോമീറ്റർ ഓടി തിരിച്ചു വന്നപ്പോൾ പൈസ കാണുന്നില്ല. വീടിന് എന്തോ 20 ലക്ഷം എന്ന് പറയുമ്പോൾ അതിനടുത്ത ഡോളർ. ആദ്യം പിടിച്ച് വിന്റർ ആയിരുന്നു. പക്ഷെ വിന്റർ ആയിട്ട് പോലും ഇയാൾ വിയർത്ത് കുളിച്ച് പരവേശം പിടിച്ച് ഓടി പെട്രോൾ ബങ്കിലേക്ക് തിരിച്ചെത്തിയപ്പം അവിടെ ഒരു ആഫ്രിക്കക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, വെളുക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടാ,
യുവർ മണി ഈസ് സോ സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് അനദർ മലയാളി. മറ്റൊരു മലയാളിയുടെ കയ്യിൽ നിന്റെ പണം സേഫാണ്. അപ്പൊ തന്നെ അയാൾ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ലല്ലോ. മറ്റൊരു മലയാളിയുടെ കയ്യിൽ തന്റെ നഷ്ടപ്പെട്ട 20 ലക്ഷത്തോളം വരുന്ന ഡോളർ കയ്യിലുണ്ടെന്ന് ആഫ്രിക്കക്കാരൻ വെളുക്കെ ചിരിച്ചുകൊണ്ട് പറയുന്നു. അയാൾ കൈ ചൂണ്ടിക്കാണിച്ച് നോക്കിയപ്പം പെട്രോൾ ബങ്കിന്റെ മൂലയ്ക്ക് ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഒരു കാറ് കിടക്കുന്നു. അപ്പൊ അവിടേക്ക് ഈ മലയാളി, പൈസ നഷ്ടപ്പെട്ട മലയാളി പേടിച്ച് ഓടി അങ്ങോട്ട് ചെല്ലുമ്പം ആ കാറ് തുറന്ന് സുമുഖനായ സിനിമ നടനെ പോലെയുള്ള ഒരു ചെറുപ്പം, ഒരു 40-42 വയസ്സുള്ള ചെറുപ്പക്കാരൻ, നല്ല ഒത്ത പൊക്കം, നല്ല ഫെയർ ആയിട്ടുള്ള ചെറുപ്പക്കാരൻ ഇയാളുടെ കറുത്ത ബാഗുമായിട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പം പണം നഷ്ടപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ ഓർത്ത്, എന്റെ ദൈവമേ, ഇതെന്തൊരു അത്ഭുതമായി. ഈ തന്റെ പൈസയായിട്ടൊരു അടയാളം പോലും ചോദിക്കാതെ ഈ ചെറുപ്പക്കാരൻ കണ്ടാൽ തന്നെ എന്തൊരു അന്തസ്, സുമുഖൻ, സുന്ദരൻ, സിനിമ നടനെ പോലെ ഇരിക്കുന്നു. അയാൾ ഈ പൈസയുമായിട്ട് ഇങ്ങോട്ട് വരുന്നു. പണം നഷ്ടപ്പെട്ട മനുഷ്യനെ കണ്ടതേ അയാളുടെ കയ്യിലേക്ക് ഒന്നും ചോദിക്കാതെ ഈ ബാഗ് വെച്ചിട്ട് ഇയാൾ തിരിച്ചു നടക്കുക. അപ്പൊ ഈ പൈസ തിരിച്ചു കിട്ടിയ മനുഷ്യൻ പറഞ്ഞു, എടാ മോനെ, നീ നിന്നേ, എടാ നിന്റെ പേരെന്താ മോനെ? നീ മനുഷ്യനല്ല മോനെ, നീ മനുഷ്യനല്ല, നീ മാലാഖയാ. ദൈവത്തിൽ 1000-1 പോലും ഭൂമിയിൽ കാണാത്ത സ്പീഷീസാണ് നീ ചെയ്ത ഈ ശുശ്രൂഷ. ഇത് ലോകത്തെ അറിയിക്കണം മോനെ. നിന്റെ പേരെന്താ? അപ്പൊ അവൻ പറഞ്ഞു, ദാറ്റ്സ് ഓക്കെ ചേട്ടാ, പേരൊക്കെ ദാറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് പൈസ കിട്ടിയല്ലോ, ഞാൻ പോകട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ അങ്ങനെ പോകരുത്, ഇത് ലോകം അറിയണം, ഇത് ചരിത്രത്തിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് എന്റെ പൊന്നുമോനെ, ഇതൊരു സാക്ഷ്യമാണ്, എനിക്കിത് അറിയിക്കണം. അദ്ദേഹം പിന്നെ ഈ ചെറുപ്പക്കാരൻ അങ്ങ് ദേഷ്യപ്പെടാൻ തുടങ്ങി. നോ, ഐ ടോൾഡ് യു, നോ, ഐ ഡോണ്ട് വാണ്ട് എനി കൈൻഡ് ഓഫ് പബ്ലിസിറ്റി. ഇയാളങ്ങ് നടക്കുക. അപ്പൊ ഇവൻ ഓടി പറഞ്ഞ്, അങ്ങനെയാണ് നിന്റെ ഭാര്യയോടെങ്കിലും എനിക്കൊന്ന് നന്ദി പറയണം, കാരണം അവൾ ഭാഗ്യവതിയാണ്, കാരണം നിന്നെപ്പോലെ ഒരാളെ ജീവിത പങ്കാളിയായി കിട്ടിയ അവളോടെങ്കിലും എനിക്ക് പോയി നന്ദി പറഞ്ഞു. ഇയാൾ കാറിന്റെ അടുത്തേക്ക് ഓടിയപ്പം ഇയാൾ അങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ഐ ടോൾഡ് യു ടു ഗോ ബാക്ക്, നോ, ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ഇയാളോട്, ദൈവമേ, ഒരു സ്വന്തം ഭാര്യയോട് പോലും പറയേണ്ടെന്ന് ആഗ്രഹിക്കുന്ന അത്രയും നിർമ്മമമായി ദൈവമഹത്വത്തിന് വേണ്ടി കാര്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ. 20 ലക്ഷം രൂപയും തിരിച്ചു കിട്ടി. അയാൾ കൂസാതെ അങ്ങ് നിഴല് പോലെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീടാണ് അയാൾക്ക് മനസ്സിലായത്, ഈ മനുഷ്യൻ സാമ്പത്തിക രംഗത്ത് അബ്സല്യൂട്ട്ലി ക്ലീനാണ്. ഈ മനുഷ്യൻ 10 പൈസയുടെ കള്ളത്തരം ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല, ചതിക്കത്തുമില്ല. അയാള് പൈസ, ഇനി 10 കോടി മറിച്ച് കിട്ടിയാൽ ഈ മനുഷ്യൻ തൊടത്തില്ല. പക്ഷേ അയാളുടെ വാഹനത്തിലിരുന്നത് 10-14 വർഷമായി അയാൾക്ക് ചോരയും ജീവനും കൊടുക്കുന്ന ഭാര്യയെ മറച്ച ഒരു ബന്ധമാണ്. അതറിയാതിരിക്കാനായിട്ടാണ് വണ്ടിക്കടുത്തേക്ക് ഓടിയപ്പോഴും, പേര് ചോദിച്ചപ്പോഴും, നാളെ ചോദിച്ചപ്പോഴും, ഫോൺ നമ്പർ ചോദിച്ചപ്പോഴും അല്ല ഇയാൾ കുതറി മാറിയത്. പബ്ലിസിറ്റി വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, അയാൾ ഫിനാൻഷ്യലി വെരി ക്ലീൻ മാനാണ്. പക്ഷേ അയാളുടെ വാഹനത്തിൽ അയാൾക്കൊരു മറവുണ്ടായിരുന്നു. ഇനിയും നിനക്കൊരു കുറവ് ബാക്കിയുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ വചനത്തിന്റെ മുമ്പിൽ ഒടിയേണ്ടവരാണ് നമ്മളെല്ലാം. ഈ വചനത്തിന്റെ മുമ്പിൽ ഒടിയേണ്ടവരാണ് നമ്മളെല്ലാവരും. നമ്മൾ ശരിയാണ്, യേശയ്യായെ പോലെ പ്രസംഗിച്ചിട്ടുണ്ട്, നമ്മൾ യേശയ്യായെ പോലെ വീരവാദം കാണിച്ചിട്ടുണ്ട്, നമുക്ക് ചിലപ്പോൾ അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. യേശയ്യ എങ്ങനെയായിരുന്നു പ്രസംഗിച്ചത്? യേശയ്യയുടെ പുസ്തകം 5:18 തൊട്ട് നിങ്ങൾ വായിക്കണം. എന്നാ സൂപ്പർ പ്രസംഗമാണ്. ഇതുപോലൊരു പ്രസംഗം ബൈബിളിൽ കാണാൻ പറ്റത്തില്ല. എന്നാ രസമെന്നറിയോ? തിന്മയെ നന്മയാക്കുന്നവർക്ക് ദുരിതം, അനീതിയെ കയറുകൊണ്ട് വലിച്ചിഴയ്ക്കുന്നവർക്ക് ദുരിതം, ഇരുട്ടിനെ വെളിച്ചമെന്ന് വിളിക്കുന്നവർക്ക് ദുരിതം, വെളിച്ചത്തെ ഇരുട്ടെന്ന് വിളിക്കുന്നവർക്ക് ദുരിതം, സാമ്രാജ്യങ്ങൾക്ക് ദുരിതം, മട്ടുപ്പാവിലിരിക്കുന്നവർക്ക് ദുരിതം, ദൂരസ്ഥർക്ക് ദുരിതം, സാമ്രാജ്യങ്ങൾക്ക് ദുരിതം, രാജാവിന് ദുരിതം. ആര് തിന്മ ചെയ്താലും യേശയ്യ ചാട്ടുളി പോലെ പ്രസംഗിക്കും. നല്ല എത്തിക്കലാണ് ഈ മനുഷ്യൻ. ഒന്നാം തരം പ്രസംഗമാണ്. നിങ്ങൾ യേശയ്യ 5:18 തൊട്ട് ബൈബിളിൽ പോകേണ്ട തുറക്കണം. എന്നാ പ്രസംഗം നോക്കണം. എന്നാ ദുരിതം, തിന്മ ചെയ്തവന്റെ എല്ലാം മുഖത്തേക്ക് കൈനൂട്ടിയിട്ട് യേശയ്യ പറഞ്ഞു, നിനക്ക് ദുരിതം, നിനക്ക് പിഴച്ചു, നിനക്ക് പാളിപ്പോയി, നിനക്ക് അധപ്പതനം, നിനക്ക് ശിക്ഷ വരും. ഒന്നാം തരം പ്രസംഗം. ആരും മിണ്ടിയില്ല, കമാന്നൊരക്ഷരം മിണ്ടിയില്ല. പ്രസംഗത്തിന് ശേഷം, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അടിപൊളി പ്രസംഗത്തിന് ശേഷം ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വന്നു. ബൈബിളിലെ പിവട്ടായിട്ടുള്ള അച്ചുതണ്ട് പോലത്തെ ഒരു വാക്യമാണ്. ഈ അടിപൊളി പ്രസംഗത്തിന് ശേഷം, കേൾവിക്കാരുടെ കാതുകളിൽ ദൈവത്തിന്റെ വചനം കുത്തി നിറച്ച ഈ അത്യുന്നത പ്രസംഗത്തിന് ശേഷം യേശയ്യ ദൈവസന്നിധിയിൽ നിന്ന് വന്നു. ദൈവത്തിന്റെ പരിശുദ്ധി കണ്ടു. ബാക്കി നിങ്ങൾക്കറിയാം. ഞാൻ നിങ്ങളോട് പറയാൻ വരുന്ന വചനം മറ്റൊന്നാണ്. ദൈവത്തിന്റെ പരിശുദ്ധിയും മാലാഖമാർ ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മഹത്വവും കണ്ടപ്പോൾ യേശയ്യ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതുവരെ വിരൽ ചൂണ്ടി അവന് ദുരിതം, അവർക്ക് ദുരിതം, ലീഡറിന് ദുരിതം, ശുശ്രൂഷകർക്ക് ദുരിതം, മന്ത്രിക്ക് ദുരിതം, നേതാവിന് ദുരിതം, അയൽക്കാരന് ദുരിതം പറഞ്ഞുകൊണ്ടിരുന്ന ആ കായ് തന്നെ മടക്കി അമർത്തിയിട്ട്
സ്വന്തം നെഞ്ചിൽ വെച്ചിട്ട് യെശയ്യാ പറയുന്ന ഒരു തരിമണി വാക്യമുണ്ട്. ബൈബിളിന്റെയും യെശയ്യായുടെ ജീവിതത്തിന്റെയും ദിശ മാറ്റിയ വാക്യമാണ്. ഇതുവരെ ദുരിതമെന്ന് നോക്കി പറഞ്ഞ അതേ കൈ അമർത്തി മടക്കിയിട്ട് യെശയ്യാ ഒരു കൊച്ചു വാക്യം പറയുന്നുണ്ട്. യെശയ്യാ 6:5. ഹാ, എനിക്ക് ദുരിതം, ഞാൻ ആദ്യം കഴുകപ്പെടേണ്ടതുണ്ട്, ഇനിയും നിനക്കൊരു കുറവ് ബാക്കിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അത്ഭുതകരമായ കൃപകൾ ഉണ്ടാവാം. നമ്മുടെ കുടുംബത്തെ മനോഹരമായി നയിക്കുന്നവരായിരിക്കാം. പൊതു കാര്യങ്ങൾ വ്യക്തമായും സിസ്റ്റമാറ്റിക്കായിട്ടും ചെയ്യുന്നവരായിരിക്കാം. അതെല്ലാം ദൈവത്തിന്റെ കരുണയാണ്, ഗ്രേസാണ്, വെർച്യുവാണ്, പുണ്യവുമാണ്. പക്ഷേ ഈ പുണ്യത്തിന്റെ എല്ലാം ഇടയിൽ നമ്മൾ പൊതുവെ ഇതുവരെ ശ്രദ്ധിക്കാത്ത ഒരു കുറവ് ബാക്കി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയും നിനക്ക് ഒരു കുറവ് ബാക്കിയുണ്ട്, നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, ഞാൻ നല്ലൊരു മനുഷ്യനാണ്, പക്ഷെ അങ്ങ് ഇന്ന് എന്നോട് പറയുന്നു ഇനിയും നിനക്ക് ഒരു കുറവ് ബാക്കിയുണ്ട്. ഞാൻ തിരുത്താൻ ഇതുവരെ ശ്രദ്ധ വയ്ക്കാത്ത ഒരു കുറവ്, ഇതുവരെ ഉണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു കുറവ് എന്നിൽ ബാക്കി ഉണ്ടാകാനുള്ള സാധ്യത ഞാനും സ്വീകരിക്കുന്നു. വെറുതെ പേടിക്കാനോ, വെറുതെ നിശൂന്യരായി തീരാനോ, തല കുനിഞ്ച് തീരെ പേടിച്ചു പോകാനോ അല്ല. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, നിന്നെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി പറയുന്നതാ, നിന്നിൽ ഇനിയും ഒരു കുറവ് ബാക്കിയുണ്ട്. ഇതുവരെ പിടുത്തം കൊടുക്കാത്ത, ഇതുവരെ പക്ഷെ നീ പോലും കാണാത്ത ഒരു കുറവായിരിക്കും അത്. ചിലപ്പോൾ ആ കുറവ് നമുക്ക് ഓർമ്മയുണ്ട്, പക്ഷെ നാം അനുഭവിച്ച് കാണത്തില്ല. ചിലപ്പോൾ നമുക്കൊരു ശീലത്തിന്റെയൊക്കെ ഭാഗമായി വന്നതാകാം, നമ്മളത് ഇപ്പോൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം വചനം വ്യക്തമായിട്ട് പറയുന്നു, ഇനിയും നിനക്ക് ഒരു കുറവ് ബാക്കിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം അറിയാവുന്ന ഒരു വചനമുണ്ട്, 1 പത്രോസ് 1:15. നിങ്ങൾ എന്നോട് പറയാവോ? അത് എല്ലാവർക്കും അറിയാവുന്ന, നമ്മെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും എന്നെല്ലാവരും പറയും. പക്ഷെ ആ വചനം വായിക്കുമ്പം അവിടെ ഒരു കാര്യം എന്നോട് പറയുന്നുണ്ട് ദൈവം. ഞാൻ എവിടെ ധ്യാനത്തിന് ചോദിക്കുമ്പോഴും എല്ലാവരും ഇത് പറയും, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. പക്ഷെ അവിടെ മറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ. അവിടെയാ ഞാൻ തലകുനിച്ചു പോയിട്ടുള്ളത്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും എന്ന് എല്ലാവരും പറയും. പക്ഷെ അവിടെ ഒരു വാക്ക് എല്ലാവരും അറിയാതെ വിട്ടുപോകും. അഥവാ വിട്ടുപോകാൻ സൈത്താൻ ഇടവരുത്തും. എന്നാന്നറിയാ വാക്ക്? ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിക്കേ. 1 പത്രോസ് 1:15. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. മറിഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടുപിടിച്ചോ? നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും എല്ലാ കാര്യത്തിലും പരിശുദ്ധരായിരിക്കും. അതാണ് നമുക്ക് പറ്റാഞ്ഞത്. നമ്മൾ എല്ലാ കാര്യത്തിലും, പല കാര്യങ്ങളിൽ പരിശുദ്ധരാന്നേ, നല്ലവരാന്നേ, എഫിഷ്യന്റ് ആന്നേ, സമ്മതിച്ചു. പക്ഷേ എല്ലാ കാര്യത്തിലുമല്ല. നിങ്ങൾ ശുദ്ധരാണ്, പക്ഷെ എല്ലാവരുമല്ലെന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ദിവസം എൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ എനിക്കിട വരണമേ. ചിലരുടെ പാപങ്ങളൊക്കെ പുറത്തായി, ചിലരുടെ പാപങ്ങൾ ന്യായവിധിയിലേക്ക് നയിക്കത്തക്ക വിധം പ്രകടമാണ്. പക്ഷെ മറ്റു ചിലരുടേത് സാവധാനമേ വെളിപ്പെടുകയുള്ളൂ. മറ്റു ചിലരുടേത് എൻ്റെ പാപം മറച്ച നിന്റെ കരുണയെ ഞാൻ ഓർക്കുന്നു. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണം. എല്ലാവരും ചേരട്ടെ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് ഈ കുർബാനയുടെ 1 മണിക്കൂർ കഴിഞ്ഞു. നിങ്ങളിപ്പോൾ 37 മിനിറ്റ് ഇരിക്കുകയായിരുന്നു. ഞാനൊരു കുഞ്ഞനുഭവം പറയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരിക്കൽ ഒരു പള്ളിയിലായിരുന്ന സമയത്ത് തിരക്കിട്ടിങ്ങനെ കുളിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്നൊരു ആരോ വന്ന് വാതുക്കെ മുട്ടി. അത് അച്ഛാ വേഗം വരണേന്ന് പറഞ്ഞു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുളിച്ചൊക്കെ ഓടി പെട്ടെന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് കുളിച്ച് തോർത്തി ഓടി ഇങ്ങോട്ട് വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അതൊരു സഹോദരിയായിരുന്നു. സംസാരിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു, ഒരു കത്തൊക്കെ എഴുതി കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ആ ഷർട്ട് ഇങ്ങനെ ഏങ്കോണിച്ചാണ് കിടക്കുന്നത്. ഞാനൊരു 5-8 മിനിറ്റ് ഈ ചേച്ചിയോട് സംസാരിച്ച്, ഈ ചേച്ചി ഒരിക്കൽ പോലും അച്ഛാ ആ ഷർട്ട് ഏങ്കോണിച്ചാ കിടക്കുന്നെന്ന് പറഞ്ഞു തന്നില്ല. അത് പിന്നെ പോട്ടെ. ഞാൻ ഷർട്ടൊക്കെ ശരിയാക്കി വന്നിട്ട് ഒന്നുകൂടെ മുടിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ പൊന്നെ, ഒരുമാതിരി കൊമ്പനാനെ പോലെ എൻ്റെ മൂക്കിൽ കൂടി ഈ അഴുക്കല്ല ഇങ്ങനെ ഒട്ടി ഇവിടെ ഇരിക്കുന്നു, ഒരു കോമ്പല് മുളച്ചതുപോലെ. ഞാൻ ഇതും വെച്ചോട്ടെ, ചേച്ചി സുഖമാണെന്നൊക്കെ ചോദിക്കും. ഞാൻ ചേച്ചി അച്ഛാ സുഖമാണെന്നൊക്കെ പോലെ ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുക. ഈ ചേച്ചിയുടെ സന്തോഷമാണല്ലോ വിചാരിച്ചു. ചേച്ചി എന്നെ കളിയാക്കിയതാ, എൻ്റെ മൂക്കിൽ ഇങ്ങനെ കോമ്പല് പോലെ ഒലിച്ചിരിക്കുക. ഞാനിത് കണ്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളത് ഉറപ്പിച്ചു വെച്ചോ. നമ്മുടെ കുറവുകൾ നമുക്ക് പറഞ്ഞു തരാൻ ഇനി നമ്മുടെ കുറവുകൾ ആർക്കറിയാമെന്നറിയാവോ? നമ്മുടെ കുറവുകൾ നാം ഒഴികെ ഈ ഭൂമിയിൽ പലർക്കും അറിയാം. നമ്മുടെ കുറവുകൾ. പ്രിയപ്പെട്ടവരെ, വില്ലേജ് ഓഫീസർ 4 വട്ടം കൈക്കൂലി വാങ്ങിയ മനുഷ്യന് ഇന്നലെയും ഒരാളോട് കൈക്കൂലി രഹസ്യത്തിൽ 50,000 വാങ്ങിയ മനുഷ്യൻ വിചാരിച്ചിരിക്കുന്നത് തന്നവനും മേടിച്ചവനും മാത്രമേ അറിയുന്നുള്ളതാ. അല്ല. സൈറ്റന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഡെവിളിന്റെ ഏറ്റവും വലിയ കുശാഗ്ര ബുദ്ധി, എന്റെ ഭാവം മറച്ചു വെച്ചിട്ട് പറയും ദാറ്റ്സ് ഓക്കേ, യു ആർ ഓക്കേ. മറ്റുള്ള പലരെയും വെച്ച് നോക്കുമ്പോൾ നീ എന്തൊരു നല്ല മനുഷ്യൻ. പക്ഷേ മറ്റേയാള്, നിങ്ങളൊന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്ക് ആരുടെയൊക്കെ കുറവുകൾ അറിയാം, വ്യക്തമായിട്ട് അറിയാം. ആരുടെയൊക്കെ പിഴവുകൾ അറിയാം, എത്രയോ രഹസ്യങ്ങൾ അറിയാം. പക്ഷെ നമ്മുടെ കുറവുകൾ മറഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം 90:8 പറയുന്നത്, അവിടുത്തെ മുഖശോഭയിൽ നമ്മുടെ രഹസ്യപാപങ്ങൾ വെളിപ്പെട്ട് കിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ മുഖശോഭയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഇത് പേടിക്കാനുള്ളൊരു കാര്യമല്ല. കർത്താവ് പാപവും കുറവുകളും, നമ്മുടെ കുറവുകൾ പറഞ്ഞ് അച്ഛനെയും എന്നെയും തിരുത്തും. നമുക്ക് എന്തോരം തിരുത്താനുണ്ട്. നമ്മളെ വിടുവിക്കാനും സന്തോഷിപ്പിക്കാനുമാണ്. കുറെ നാൾ മുമ്പ് ഇറാഖിലെ പട്ടാളം നരകയാതന അനുഭവിച്ചു. ഇറാഖിലെ പട്ടാളം നരകയാതന അനുഭവിച്ച സമയത്ത്, ഒരു ഗതിയുമില്ലാഞ്ഞ സമയത്ത് അവർ മറ്റൊരു രാജ്യത്തിന്റെ പട്ടാളത്തിന്റെ മുമ്പിൽ ശ്രദ്ധിച്ച നിങ്ങൾ, മറ്റൊരു രാജ്യത്തിന്റെ പട്ടാളത്തിന് ഒരു കൈ ഉയർത്തി കീഴടങ്ങി. അപ്പോൾ ആ രാജ്യം എന്നാ ചെയ്തത്? ആ രാജ്യത്തിന്റെ പേര് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇറാഖി പട്ടാളം തോറ്റ അമ്പി വലിയ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു വലിയ രാജ്യത്തിന്റെ പട്ടാളത്തിന് മുമ്പ് കൈ ഉയർത്തി. അപ്പൊ ആ പട്ടാളം എന്താ ചെയ്തത്? അവരെ വിമാനത്തിൽ കയറ്റി, നല്ല ആഡംബര ഷിപ്പിൽ കയറ്റിയിട്ട് അവരുടെ രാജ്യത്തിൽ കൊണ്ടുവന്നിട്ട് തേനും പാലും ഊട്ടിയോ? കൊണ്ടുവന്ന വിമാനത്തിലല്ല, പക്ഷേ അവിടെ കിടന്ന കാരാഗ്രഹത്തിൽ നിന്നും, അവിടുത്തെ അധപ്പതനത്തിൽ നിന്നും മറ്റൊരു അധപ്പതനത്തിലേക്ക് ആ രാജ്യത്തിന്റെ ജയിലിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. എന്നാൽ ക്രിസ്തു മാത്രം അവന്റെ മുമ്പിൽ പിഴച്ചെന്നും കുറ്റം വന്നെന്നും കുറവ് വന്നെന്നും പറയുമ്പോൾ അവൻ അനുഗ്രഹം തരാൻ തുടങ്ങുകയാണ്. ഇറാഖി പട്ടാളം ഗതിയില്ലാതെ കരമുയർത്തി ജീവന് വേണ്ടി നിലവിളിച്ചപ്പം അവരെ വലിയൊരു സമ്പന്ന രാജ്യം പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വിമാനത്തിൽ കയറ്റിക്കൊണ്ടുപോയി വേറെ തടങ്കലിലിട്ടു, തടവറയിലേക്ക്. എന്നാൽ ക്രിസ്തുവിന്റെ മുമ്പിൽ ഞാൻ കെട്ടപ്പെട്ടവനാണെന്ന് പറയുമ്പോൾ, അബ്രഹത്തിന്റെ മുമ്പിൽ കുരുങ്ങിക്കിടന്ന കുഞ്ഞാടിനെ അഴിച്ച അതേ ദൈവം നിന്റെ കുരുക്കിന്റെ മേലെ ഒരു കൈവെക്കും. ഞാനീ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങളൊന്ന് കേട്ടു നോക്കി. യെശയ്യായുടെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ യെശയ്യായെ തിരുത്താൻ ആരാ ഇനിഷ്യേറ്റീവ് എടുത്തത്? യെശയ്യാണോ പറഞ്ഞത് എന്നെ കഴുകണേന്ന്? നോ. ദൈവം ദൂതനോട് കൽപ്പിച്ചു, കൊടിലെടുക്ക്, കനലെടുക്ക്, പറന്നുവാ, ഓടിവാ, നാക്കത്തോട് ഇവനെ ശുദ്ധീകരിക്ക്. അനുതപിക്കുന്നവനെ ക്ലെൻസ് ചെയ്യാനുള്ള അവകാശവും ഇനിഷ്യേറ്റീവും നമ്മുടെ ദൈവം എടുക്കും. ഇതാണ് നമ്മുടെ അവകാശം. അതുകൊണ്ട് കുറവുണ്ടെന്ന് നാം പറയുമ്പോൾ നമ്മൾ താഴുകയല്ല, നമ്മൾ പറക്കുകയാണ്. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ അവകാശം തരുന്ന കർത്താവിൽ ആശ്രയിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. അവിടുത്തെ മുഖശോഭയിൽ നമ്മുടെ രഹസ്യ പാപങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നു. വൈപ്പിൻ എന്ന എറണാകുളം സ്ഥലത്ത് നടന്ന ഒരു കുഞ്ഞനുഭവം ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, വൈപ്പിനിൽ 10-700 പേര് ധ്യാനിക്കുന്നു. അപ്പൊ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, അച്ഛാ കുമ്പസാരം എല്ലാം ധ്യാനത്തിന് മുമ്പ് കഴിഞ്ഞു, ഇപ്പൊ കുമ്പസാരം ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അച്ഛാ ധ്യാനമല്ലേ, നമുക്കൊരു വേണ്ടച്ചോ, കുമ്പസാരം എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എങ്കിലും ഞങ്ങളുടെ നിർബന്ധവും സ്നേഹവും പ്രമാണിച്ച് 3-ാം ദിവസം കുമ്പസാരം വെച്ചു. കുമ്പസാരത്തിൽ 100-400 പേര് വന്നു. അച്ഛൻ നല്ല മിടുക്കൻ അച്ഛനാണ്. അച്ഛൻ 10-16 അച്ഛന്മാരെ വിളിച്ചു. കുമ്പസാരം എല്ലാം കഴിഞ്ഞു. നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം, കുമ്പസാരം മുമ്പ് നടന്നു, ധ്യാനത്തിന് മുമ്പ് നടന്നു, ശേഷം 100-400 പേര് കുമ്പസാരിച്ചു.
വലിയ സന്തോഷം തോന്നുന്ന അനുഭവം. പക്ഷെ അന്ന് വൈകിട്ട് ശുശ്രൂഷ ചെയ്തപ്പം ഈ വചനം ഇങ്ങനെ പറയാൻ ഒരു നിർബന്ധം. ചിലപ്പോൾ എൻ്റെ തന്നെ കുറവോർത്തിട്ടായിരിക്കും. സങ്കീർത്തനം 98 ഒരു 5-8 തവണ ആവർത്തിച്ചു. എന്നിട്ട് ഞാനൊരു സ്വയം എനിക്ക് തന്നെ ഞാൻ തന്നെ അങ്ങ് വിളിച്ചു പറഞ്ഞ, നാളെയും കുമ്പസാരമുണ്ട്, നമുക്ക് കുമ്പസാരിക്കാം. ഈ വചനം ഒരു 5-8 തവണ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നു. അവിടുത്തെ മുഖശോഭയിൽ എൻ്റെ രഹസ്യപാപങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നു. നിങ്ങൾ ഓർക്കണേ പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞു, ഷാജിച്ച കുമ്പസാരം കഴിഞ്ഞതാണ്, നമ്മുടെ പൊതു കുമ്പസാരം കഴിഞ്ഞ് ഇനി എന്ത് കുമ്പസാരം? ഏതായാലും ഇത് അന്ന് ഞങ്ങള് നമ്മുടെ വല്ലാർപാടത്തൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് നിത്യാരാധന ചാപ്പൽ വന്ന് നേരത്തെ ഇരിക്കുമ്പം പതിയെ ആൾക്കാർ കുമ്പസാരിക്കാൻ വരുന്നു. എൻ്റെ വത്സലമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആരെയും പാപം പറഞ്ഞ് പേടിപ്പിച്ചില്ല. പാപം പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കാര്യവുമില്ലല്ലോ. പാപം പറഞ്ഞതിനാ പേടിപ്പിക്കുന്നത്. പേടിപ്പിച്ചിട്ട് ഒരാളുടെ പോലും മനസ്സ് ലോകത്തിൽ നന്നായിട്ടില്ല, നന്നാവുകയുമില്ല. പ്രിയപ്പെട്ട ആളുകൾ കുമ്പസാരിക്കാൻ വന്ന് ചെറുപ്പക്കാരുൾപ്പെടെ പറഞ്ഞ, അച്ഛൻ പെട്ടെന്ന് അടുത്തുള്ള പള്ളിയിൽ 2 അച്ഛന്മാരെ വിളിച്ചു. ഒരു 150ഓളം ആൾക്കാർ പിന്നെയും കുമ്പസാരിക്കാൻ. ആ കുമ്പസാരത്തിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ് ഒരു മനുഷ്യൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി. കുമ്പസാരത്തിന് ശേഷം എന്നോട് പറയുക, ഒരു മനുഷ്യൻ ഹൃദയം പങ്കുവെച്ചതാ, അച്ഛാ ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരിക്കും, എല്ലാ 2 ആഴ്ച കൂടും. പക്ഷേ എൻ്റെ ജോലി കിട്ടിയ 24-25 വയസ്സിലെ ഒരു വലിയ സംഭവം എന്തുകൊണ്ടോ ഞാൻ മറന്ന് കിടന്നിരുന്നു. ഇതൊരു ആക്സിഡന്റുള്ള സംഭവമായിട്ട് എടുക്കണ്ട പ്രിയപ്പെട്ടവരെ. ഈ അടുത്തിടയ്ക്ക് ഒരു ധ്യാനത്തിൽ 55 പേര് മാത്രം ധ്യാനിക്കുന്ന ഒരു ധ്യാനത്തിൽ 11 ചെറുപ്പക്കാരും ബാക്കി മുതിർന്നവരും. അതിൽ കുമ്പസാരത്തിന് തൊട്ടു മുമ്പ് ഒരു 83 വയസ്സുള്ള ഒരു വ്യക്തി, അതാണോ പെണ്ണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, 53 വയസ്സുള്ള വ്യക്തി 83 വയസ്സുള്ള വ്യക്തി വന്നിട്ട് പറച്ച, കുമ്പസാരത്തിന് മുമ്പ് ഒന്ന് സംസാരിക്കണം. അപ്പൊ അദ്ദേഹം പറയുക, 33 വയസ്സ് തൊട്ട്, പെട്ടെന്ന് കേട്ട് നമ്മൾ പേടിക്കണ്ട, 33 വയസ്സ് 53 വയസ്സ് 50 വയസ്സിനിടയ്ക്ക് ഈ വ്യക്തി 5 പേരെ ഗർഭചിത്രമാകാം, കൊലപാതകമാകാം, 5 ജീവൻ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് മാനുഷികമായിട്ട് പറയുമ്പോൾ നമുക്ക് ഭാരം തോന്നുന്ന പാവങ്ങൾ വേറെ. ഈ 50 വർഷവും ഈ പാപങ്ങളെ കുറിച്ച് ഓർത്ത് അനുതപിക്കാൻ, കുമ്പസാരിച്ചു എന്നുള്ളതല്ല, കുമ്പസാരിച്ചോ ഇല്ലയോ എന്ന് മാത്രമല്ല, ഇതൊന്നും ഓർത്ത് അനുതപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് അച്ഛ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. 83 വയസ്സുള്ള ഈ വ്യക്തി ചട്ടിയാണ് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അന്നത്തെ കുമ്പസാരം ആ വ്യക്തി പോയി നടത്തി. അതിനുശേഷം ആ ധ്യാനം തീരുമ്പം നമ്മളൊന്നും ചെയ്തിട്ടല്ല, ഈ വ്യക്തി ഒരു 10 വയസ്സ് കുറഞ്ഞ ആളായി പുറത്തു പോയി. അവിടുത്തെ മുഖശോഭയിൽ വെളിപ്പെടുന്ന ചില രഹസ്യ പാപങ്ങൾ ഇല്ലെന്ന് പറയരുത്. അപ്പൊ പെട്ടെന്ന് അതിനെ ഫ്ലഷുമായി ബന്ധപ്പെട്ട പാപമായിട്ട് മാത്രം എടുക്കരുത്. നമ്മുടെ മനസാക്ഷിയെ പൊട്ടിച്ച ചില പാപങ്ങൾ കിടപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. സുഭാഷിതങ്ങൾ 30:12, നിർദോഷരായി ഭാവിക്കുകയും മാലിന്യം കഴുകിക്കളയുകയും ചെയ്യാത്തവര് നമ്മുടെ ഇടയിലുണ്ട്. ഇതിന്റെ പ്രത്യേകത മാലിന്യം കഴുകിക്കളയുന്നില്ലെന്നല്ല, നിർദോഷരായി ഭാവിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വരാവുന്ന ഏറ്റവും വലിയൊരു അബദ്ധം, വി കീപ് എ വെരി ക്ലീൻ ഫേസ്. മനുഷ്യരാ, നമുക്ക് ചിലപ്പോൾ അങ്ങനെ പറ്റിപ്പോകും, ചിലപ്പോൾ അങ്ങനെയല്ല, നിവൃത്തി കാണത്തില്ല ഒക്കെ സംബന്ധിച്ചു. പക്ഷേ കർത്താവിന്റെ കരുണയുടെ മുമ്പിൽ നാം ഇവിടെ നിൽക്കുകയാണ്. നിർദോഷരാണെന്ന് ഭാവിക്കുകയും മാലിന്യം കഴുകിക്കളയുകയും ചെയ്യാത്ത അനേകരുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഇത് കാണാൻ എളുപ്പമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടി, ഉടനെ നമ്മൾ ഭാര്യയോട് പറയും, എന്റെ കൈ എത്തുന്നിടത്ത് അതുകൊണ്ട് വെച്ചില്ലടി, നിനക്ക് കണ്ണു മുക്കില്ലേ. അവരുടെ കയ്യിൽ നിന്നെങ്ങാനും ആ ഗ്ലാസ് പൊട്ടിയാൽ എൻ്റെ പൊന്നോടെ തമ്പുരാനെ 3-ാം ലോക മഹായുദ്ധമായി. നമ്മൾ പൊട്ടിച്ചതിനും അവള് നോക്കണേ, നമ്മൾ പൊട്ടിച്ചാലും അവളുടെ ദേഹത്ത്, അവള് പൊട്ടിച്ചാലും. പ്രിയപ്പെട്ടവരെ, നിർദോഷരാണെന്ന് ഭാവിക്കുകയും മാലിന്യം അഴുക്കകത്തിരുന്നിട്ട് ദൈവമേ മാപ്പെന്ന് പറയാത്ത അനേകരുടെ നടുവിലാണ് ഞാൻ ഓർക്കണം. ഒരുമിച്ച് ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. നിർദോഷരാണെന്ന് ഭാവിക്കുകയും. പ്രിയപ്പെട്ടവർ, ചിലപ്പോൾ അതൊക്കെ വലിയ കാര്യത്തിനായിരിക്കത്തില്ല, ചെറിയ കാര്യം നമുക്ക് തിരിച്ച് ചിന്തിക്കുമ്പം നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്. വല്ലപ്പോഴുമെങ്കിലും റിട്രോസ്പെക്റ്റീവായിട്ട് അങ്ങനെ ഓർക്കുന്നത് ദൈവം മുമ്പിൽ കരുണയാണ്. ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്, എനിക്ക് എന്ത് നേട്ടം കിട്ടി. അന്ന് റോമ 6:25 പറയുന്ന പോലെ ഇന്ന് തിരിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു നാണക്കേട് തോന്നുന്നു. പക്ഷെ അന്ന് അങ്ങനെ ആയിപ്പോയി. അത് ഓർക്കുമ്പം നമുക്ക് എന്ത് കിട്ടി എന്നെങ്കിലും ഒന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് ഇട വരുന്നത് അനുഗ്രഹപ്രദം. എന്താ ഇതിന്റെ അനുഗ്രഹം എന്ന് നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. റോമ 6:21, ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്നതിൽ നിന്ന് അന്ന് എന്നാ കിട്ടി, പക്ഷെ നമുക്കെല്ലാം പിഴവ് പറ്റി.
സുഭാഷിതങ്ങൾ 28:21 ഒരപ്പക്കഷണത്തിന് വേണ്ടി പോലും മനുഷ്യൻ പാപം ചെയ്യുന്നു. വലിയ കാര്യത്തിന് വേണ്ടി ഒരു കൊച്ചപ്പക്കഷണത്തിന് വേണ്ടി പോലും. എന്നിട്ട് നമ്മൾ എന്നാ എടുക്കുന്നറിയാവോ? ഇതങ്ങ് മാറ്റി പറയും. സുഭാഷിതങ്ങൾ 12:30 വ്യഭിചാരിയുടെ ശീലം ഇതാണ്. അവള് മുഖം കഴുകി കൈ തുടച്ചതിന് ശേഷം പറയും, എനിക്കെന്നാ പറ്റി. നമ്മുടെ പാപം ഒഴികെ ബാക്കി എല്ലാത്തിനെ കുറിച്ചും നമുക്ക് നല്ല കൃത്യതയുണ്ട്. നമുക്കറിയാത്ത ഏക കാര്യം നമ്മുടെ കുറവുകളാണ്. ഒരുമിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. വത്സലമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ശുശ്രൂഷയുടെ അവസാനത്തെ ഏതാനും മൊമെന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ചെറിയൊരു സെഷന് ശേഷം നമ്മൾ ആരാധിക്കും. നിങ്ങളെല്ലാം മനസ്സിവിടെ ആയിരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. എൻ്റെ ഒരു പങ്കുവയ്ക്കൽ ഇതാണ്: അനുതപിക്കുക വഴി നമുക്ക് എന്ത് നഷ്ടമാവുകയാണ്. ഇപ്പോൾ ഉദാഹരണം, ഭൂമിയിൽ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുക എനിക്കൊരു പിഴവുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ പിടിക്കാനുള്ള വഴിയാണ് ഒരു താഴ്ചയാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ താഴ്ന്നുപോയി, എൻ്റെ മാനം പോയി, ഞാൻ നാണമില്ലാത്തവനായിപ്പോയി. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അനുതാപത്തിൻ്റെ ഗുണം അതൊരു ബ്ലെസ്സിങ്ങാണ്. ഒരുമിച്ച് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. ഞാൻ ഇനി പറയുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം. ലൂക്കായുടെ സുവിശേഷം 22 23 മനോഹരവും നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാത്തതുമായ ഒരു ഭാഗം കിടപ്പുണ്ട്. നിങ്ങൾ സന്തോഷത്തോടെ കേട്ടെ. ലൂക്കായുടെ സുവിശേഷം 23 അധ്യായത്തിലാണ് എൻ്റെ ഓർമ്മ. 22 തന്നെയാണെന്ന് തോന്നുന്നു. ലൂക്കായുടെ സുവിശേഷം 22 അധ്യായത്തിൽ 33-34 വാക്യം. ബൈബിൾ ഉണ്ടെങ്കിൽ തുറന്നു നോക്കി അവിടെ വീട്ടിൽ വെച്ച്. ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 33-34 വാക്യങ്ങളിൽ കർത്താവ് മര്യാദയ്ക്ക് പച്ചമലയാളത്തിൽ പറഞ്ഞു, ഷെമയോൻ, ദിസ് നൈറ്റ് വുഡ് ബി എ കോംപ്ലിക്കേറ്റഡ് വൺ. ഇത് സങ്കീർണ രാത്രിയായിരിക്കും. നീ ഇടരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഷെമയോൻ എന്നാ പറഞ്ഞു പ്രിയപ്പെട്ടവരെ? കർത്താവേ, ഞാനോ? നീ എന്നെയാണോ നോക്കിയത്? അതോ ബർത്തലോമിയാണോ യോഹനാനെയാണോ? എന്നെയാ? കർത്താവെ, മീശ മുളയ്ക്കാത്ത യോഹനാനോട് പോയി പറ, ഞാനുണ്ടല്ലോ അമ്മായിയമ്മയും കുടുംബത്തെയൊക്കെ വിട്ട് ഇറങ്ങി വന്നെങ്കിൽ അത് തീരുമാനിച്ച് ഉറച്ചിട്ട് തന്നെ. നീ തന്നെയല്ലേ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്നെ പാറയെന്ന് വിളിച്ചത്? ഞാൻ പാറ തന്നെയാണ് കർത്താവേ. നിങ്ങൾ ഇനി പൂരിപ്പിക്കാവോ? ഇനി സമയം പറഞ്ഞ വാക്ക് നിന്റെ കൂടെ ആർക്കെങ്കിലും പൂരിപ്പിക്കാവോ? നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് വരേണ്ടി വന്നാലും ഞാൻ മാറ്റി ചവിട്ടില്ല. തീർപ്പുള്ള വ്യക്തിത്വമാ, ഉറച്ച വ്യക്തിത്വമാ, ഒരു കുഴപ്പമില്ല. വെരി ക്ലീൻ സോളിഡ് പേഴ്സണാലിറ്റി. അപ്പാരന്റ്ലി ഹീസ് വളരെ മച്ചുർ പേഴ്സണാലിറ്റിയാ. നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് വരേണ്ടി വന്നാലും ഞാൻ കുലുങ്ങുകയില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രിയിൽ എന്താ സംഭവിച്ചത്? നമുക്ക് സ്വന്തം ഫ്രീ ആകാം. എന്താ സംഭവിച്ചത്? അന്ന് രാത്രി കൊല്ലുമെന്നാരും പറഞ്ഞിട്ടല്ല, ചമ്മട്ടി കണ്ടിട്ടല്ല, പീലാത്തോസിന്റെ കൽപ്പന വന്നിട്ടല്ല. സാധു പെൺകുട്ടിയുടെ മുമ്പിൽ. എന്താ ഈ സാധു പെൺകുട്ടിയുടെ പ്രത്യേകത? യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് പെൺകുട്ടിയെ, സ്ത്രീയെ മനുഷ്യരൂപത്തിൽ പോലും, മനുഷ്യനായിട്ട് പോലും കാണുന്നില്ല. റബിമാരുടെ പ്രാർത്ഥന എന്താ? കർത്താവെ, അങ്ങനെ വിജാതീയനോ മൃഗമോ സ്ത്രീയോ ആയി സൃഷ്ടിക്കാത്തതിന് നന്ദി എന്ന് പറയുന്ന പ്രാർത്ഥനാ പാരമ്പര്യമാണ്. നോക്കിക്കേ, എന്നെ വിജാതീയനോ മൃഗമോ സ്ത്രീയോ ആയി സൃഷ്ടിക്കാത്തതിന് നന്ദി എന്ന് പറയുന്ന പാരമ്പര്യമുള്ള മനുഷ്യൻ ഒരു സാധു പെണ്ണിന്റെ മുമ്പിൽ അയാൾ പിഴച്ച് തകർന്ന് താഴെ വീണു. അതൊക്കെ പോട്ടെ, ഇത് മനുഷ്യന് പറ്റാവുന്ന കാര്യമാണ്. ഇനിയുള്ള ഒരു വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക. വളരെ പവർഫുൾ ആയിട്ടൊരു വചനമാണ്. യേശു മുൻകൂട്ടി പറഞ്ഞു, പലവട്ടം ഒരുക്കി, പലവട്ടം ശാസിച്ചു, മുന്നറിയിപ്പ് കൊടുത്ത് വളർത്തിയ മച്ചുർ പേഴ്സണാലിറ്റി ആയ ലീഡർ അയാൾ അടിച്ചു കുത്തി താഴെ വീണപ്പോ ബൈബിള് പറയുക, ലൂക്കാ 22:61. നിങ്ങൾ ഈ വചനം ഒന്ന് കേൾക്കണേ, വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അവിടുന്ന് കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. മനസ്സിൽ വചനം എന്ന് പറഞ്ഞ് കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ഈ വചനം ഒന്നുകൂടെ മനസ്സിൽ പറഞ്ഞു. ഇതിനകത്ത് വല്ല പ്രത്യേകതയുണ്ടോ നോക്കിക്കേ. കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ്. എന്നാൽ ഞാൻ പറയുന്നു കേട്ടെ, നിങ്ങൾ അതിനെ നോക്കിയാൽ മതി. ഇവിടെ സൈഡിൽ ഈ പൂ ഇരിപ്പുണ്ട്, നിങ്ങൾ കാണുമെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഇത്തിരി ഈ പാത്രം ഇരിപ്പുണ്ട്. അല്ലെ, ഞാനതിനെ നോക്കാൻ പോവാം. ഞാനിപ്പോൾ ഏറ് കണ്ടിട്ട് നോക്കി, എനിക്ക് ആ പാത്രം കാണാവേ? കാണാം. ഞാൻ തല തിരിച്ച് നോക്കി, എനിക്ക് ഈ പാത്രം കാണാമല്ലോ? കാണാം. പിന്നെ എന്തിനാ പ്രിയപ്പെട്ടവരെ
കർത്താവിനെ കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കർത്താവ് ഏറ് കണ്ടിട്ട് പത്രോസിനെ ഒറ്റ നോട്ടം നോക്കി അവൻ ചാട്ടുള്ളി പോലത്തെ ആ നോട്ടം കണ്ട് മെഴുകുപോലെ ഉരുകി പത്രോസ് അവിടെ വീണനെ. അല്ലെങ്കിൽ മുഖം തിരിച്ചു നോക്കിയാൽ പോലെ മര്യാദയ്ക്ക്. പക്ഷെ ബൈബിള് പറയുക, യേശു കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. അത് മനസ്സിലാകണമെങ്കിൽ അവിടെ എന്താ സംഭവിച്ചെന്ന് നാം ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഇമോഷണലായിട്ട് ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുത്. അവനെ അടിച്ചു തകർക്കപ്പെട്ട സമയമാണ്. ശ്രദ്ധിച്ചേ, ഒരു 1.25 കിലോയുള്ള ഈയക്കട്ടയാ ഒരു ചമ്മട്ടിയിലെന്നാണ് കേൾക്കുന്നത്. ഒറ്റയടിക്ക് ഒരുത്തൻ തകർന്ന് ചത്തുപോകും. നമ്മളൊക്കെയാണെങ്കിൽ വീണ് പോകും. ഇതുകൊണ്ട് അടിച്ച് തകർക്കപ്പെട്ട് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കണ്ടതുപോലെ ചിതറിത്തെറിച്ച് ഞാനിത് മനുഷ്യനല്ല ഇനി മൃഗമാണെന്ന് പറയത്തക്ക വിധം തകർന്ന് കുത്തി നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ മഹാമാരിയുടെ സമയത്ത് നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ ഓർത്താൽ അറിയാം. ശ്രദ്ധിച്ച് ഈ മഹാമാരിയുടെ സമയത്ത് നമ്മൾ എത്ര പേരെ ഫോൺ വിളിച്ചു? ഒത്തിരി ഒന്നും ഫോൺ വിളിയൊന്നും നടന്ന് നമ്മളെല്ലാം ആദ്യം പിടിച്ച് നിങ്ങൾക്ക് വാട്സാപ്പിൽ എത്ര പേരുടെ കരുതൽ കിട്ടി? നമുക്കെല്ലാം നമ്മുടെ കാര്യത്തെക്കുറിച്ച് പേടിയാ. ആദിയും വ്യാധിയും തകർച്ചയും ദണ്ഡവും രോഗവും വരുമ്പം അവനവന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. അങ്ങനെ തകർന്ന് ചോര വാർന്ന് മുറിവ് മുഴുവൻ തിങ്ങി കണ്ണിലേക്കും ചോര വീണിട്ട് അവന്റെ പ്രാണന് വേണ്ടി അവൻ തത്രപ്പെടുമ്പോൾ ബൈബിള് പറയുക, അവൻ ഒരു കഴഞ്ച് മാറ്റിച്ചവിട്ടാൻ ആവതില്ലാത്ത ക്രിസ്തു ശമയോന്റെ നേരെ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. ബൈബിള് താഴെ പറയുന്ന ഒരു കാര്യമുണ്ട്. ശമയോൻ പുറത്തുപോയി മനം നൊന്തു കരഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യം ഇതാണ്. അവിടുന്ന് എന്നെ നോക്കിയ നോട്ടത്തിൽ ശമയോൻ കരയാൻ കാര്യം എന്താ പ്രിയപ്പെട്ടവരെ? ആ നോട്ടത്തിൽ കലിയില്ലായിരുന്നു, വെറുപ്പില്ലായിരുന്നു, കുറ്റപ്പറച്ചിലില്ലായിരുന്നു, വീരവാദമില്ലായിരുന്നു, അഹങ്കാരമില്ലായിരുന്നു, പുച്ഛമില്ലായിരുന്നു, വിധിപ്രഖ്യാപനമില്ലായിരുന്നു. സ്നേഹാർദ്രമായിട്ടുള്ള അവന്റെ നോട്ടം ശമയോനെ കരയിച്ചു. നമ്മുടെ ചില ജീവിതത്തിന്റെ ചില പ്രവൃത്തികളുടെ മേലെ, ചില നേച്ചറിന്റെ മേലെ അവിടുന്ന് വിധിയോടുകൂടിയല്ല, സ്നേഹാർദ്രമായി നോക്കുന്നുണ്ട്. അവിടുന്ന് ശമയോന്റെ നേരെ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. കർത്താവ് ഇന്ന് മധുബഹയിൽ നിന്നും എന്റെ നേരെ തിരിഞ്ഞ് എന്നെ നോക്കുന്നുണ്ട്. ഇനിയും നിനക്ക് ഒരു കുറവ് ബാക്കിയുണ്ട്. ഇനിയും നിനക്ക് ഒരു കുറവ്. ആ കുറവ് മറിഞ്ഞു കിടക്കുന്നത് 23-ാം വയസ്സിൽ കിടപ്പുണ്ട്. ചാരം മൂടി കിടക്കുക. 19-ാം വയസ്സിൽ കിടപ്പുണ്ട്. ഈ അടുത്തിടയ്ക്ക് മണിമലക്കാരനൊരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, അച്ഛാ, ഈ വചനം ആവർത്തിച്ച് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും 14 വയസ്സിൽ സൈക്കിൾ ഓടിച്ചപ്പോൾ ഉണ്ടായ ഒരു പാപം അത് ഞാൻ ഓർത്തു. ഞാനത് ഏറ്റുപറഞ്ഞു. കർത്താവിൻ്റെ കരുണ എനിക്ക് കിട്ടി. നമ്മുടെ മനസ്സിലെല്ലാം ഇരിക്കണം, നമ്മൾ പാപം ചെയ്തു എന്ന് ഏറ്റു പറയുമ്പം അവിടുന്ന് യോഹന്നാന്റെ സുവിശേഷ ലേഖനത്തിൽ പറയുന്ന പോലെ നാം പാപം ചെയ്തു എന്ന് ഏറ്റു പറയുമ്പോൾ അവിടുന്ന് കരുണാമയനായതുകൊണ്ട് അതിന്റെ പരിഹാരം ചെയ്ത് നമ്മളെ രക്ഷിക്കും. 1 യോഹന്നാന്റെ ലേഖനത്തിന്റെ രഹസ്യം ഇത്. അവിടുന്ന് രക്ഷകനും കരുണാമയനുമായതുകൊണ്ട് നമ്മളെ പൂട്ടിക്കെട്ടുകയില്ല, കുച്ചിക്കെട്ടുകയില്ല. നിങ്ങളൊരു തെറ്റിയതെന്ന് കമ്പനി പറഞ്ഞാൽ നിങ്ങളെ പുറത്താക്കിയേക്കും, പക്ഷേ ക്രിസ്തു അകത്താക്കും. നമുക്കാണ് കരങ്ങളൊന്ന് നെഞ്ചിൽ വെക്കാം. ഈറനണിയുന്നു എൻ്റെ നയനങ്ങൾ, അനുതാപത്തിൻ കണ്ണീരാൽ ദൈവമേ. ഈറനണിയുന്നു എൻ്റെ നയനങ്ങൾ, അനുതാപത്തിൻ ദൈവമേ.
കരുത്തിൻ ഓർമ്മയുണരുമ്പോൾ ഈറനണിയുന്നു എന്റെ നയനങ്ങൾ. ലൂക്കാ 22:61. ഈശോ ശമയോന്റെ നേരെ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. അവിടുന്ന് എന്റെ നേരെ തിരിഞ്ഞ് എന്നെ നോക്കുന്നു. ഒളികണ്ണിട്ടല്ല, കുറ്റപ്പെടുത്തിയല്ല. എൻ്റെ മറഞ്ഞിരിക്കുന്നതോ ഞാൻ മറച്ചു വെച്ചതോ ആയ ചില പാപങ്ങളെ കുറിച്ച് ഞാൻ അനുതപിച്ചിട്ടില്ല. കർത്താവേ, ഇപ്പോൾ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ ഈ ഉള്ളവനെ പഠിപ്പിക്കണമേ. ഞാൻ പല കാര്യങ്ങളിലും പെർഫെക്റ്റ് ആണ്, അതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഒരുപാട് കൃത്യതയും ഞങ്ങളാരും മഹാഭാവികളല്ല, ഞങ്ങളൊക്കെ നിന്റെ വിശുദ്ധരാണ്. പക്ഷെ ഇനിയും എനിക്ക് ഒരു കുറവ് ബാക്കിയുണ്ട്. ആ കുറവിനെ ഞാൻ ഒരിക്കലും പരിഗണിച്ചിട്ടില്ല. ഞാൻ അനുതപിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവേ, അനുതപിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മേ മാറിയോസേപ്പ് പിതാവേ, ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. കണ്ണുകൾ തുറക്കാം. 1-2 പ്രധാന വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. അനുതാപത്തിന്റെ ശക്തി എന്താണ്? പ്രിയപ്പെട്ടവരെ, അനുതാപം എന്താണ്? അനുതാപം പാപത്തെക്കുറിച്ചുള്ള ഭയമാണോ? ഞാൻ നിങ്ങൾക്ക് മനോഹരമായ ഒരു അനുഭവം പറഞ്ഞു തരാം. ഫ്രാൻസിസ് അസിസിയുടെ പ്രാർത്ഥനയായത്. എൻ്റെ വ്യക്തി ജീവിതത്തെ ഒരു കഴഞ്ചെങ്കിലും ദൈവത്തിൻ്റെ പണ്ട് ഉണ്ടായിരുന്ന കുറവുകളിൽ നിന്നും ഒരല്പമെങ്കിലും ദൈവസന്നിധിയിലേക്ക് ഒരു കരുണയെ നോക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു കാര്യം ഈ ഒരു അനുഭവമാണ്. ഫ്രാൻസിസ് അസിസി ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, ഞാൻ നരകത്തെ പേടിച്ചിട്ടാണ് നന്മ ചെയ്യുന്നെങ്കിൽ എന്നെ ഇപ്പൊ തന്നെ ദൂതന്മാരെ കൊണ്ട് കെട്ടിപ്പൂട്ടി നരകത്തിൽ കൊണ്ടുപോയി അടയ്ക്കണമേ. സ്വർഗത്തെ കൊതിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നെങ്കിൽ ആ സ്വർഗം ഇപ്പൊ തന്നെ ദൂതന്മാരെ വിട്ട് അടച്ചു കളയണമേ. നരകത്തെ ഭയന്നാണ് ഞാനിതൊക്കെ കാട്ടിക്കൂട്ടുന്നെങ്കിൽ ആ നരകത്തിലേക്ക് എന്നെ കൊണ്ടുപോയി ഇടണമേ. സ്വർഗത്തെ കൊതിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നെങ്കിൽ ആ സ്വർഗം അടച്ചു കളയണമേ. നിന്നെ പ്രതി എന്തെങ്കിലും ചെയ്യാൻ എൻ്റെ യൗവനത്തെ ഒരുക്കണമേ. നിന്നെ പ്രതി സ്വർഗം കൊതിച്ചിട്ടോ നരകം ഭയന്നിട്ടോ അല്ല. ഈ പശ്ചാത്തലത്തിലാണ് അനുതാപത്തിന്റെ, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത 1-2 വചനങ്ങൾ ഈ ദിവസങ്ങളിൽ എനിക്ക് കാണാനിട വന്നത്. എനിക്ക് തന്നെയാണ് ആദ്യമേ ഈ വചനങ്ങളെല്ലാം എനിക്ക് തന്നെയാണ്. ഞാൻ എപ്പോഴും അങ്ങനെ എഴുതുന്നത്. ഒരു വചനം ജ്ഞാനത്തിന്റെ പുസ്തകം 12:19. ജ്ഞാനത്തിന്റെ പുസ്തകം 12:10. നല്ല രസമാണ് വചനം കേൾക്കാൻ. അവിടുന്ന് പാപത്തെക്കുറിച്ചുള്ള അനുതാപം നൽകി തൻ്റെ മക്കളെ പ്രത്യാശ കൊണ്ട് നിറച്ചു. അപ്പൊ അനുതാപം എന്ന് പറയുന്നത് അടിപ്പെട്ട് കാലേ വീടലല്ല, ഒരു വല്ലാത്ത പ്രത്യാശയാണ്. മനഃശാസ്ത്രവും പറഞ്ഞു തരുന്നതാ. കുറ്റബോധമല്ല അനുതാപം. അത് എനിക്ക് എൻ്റെ കർത്താവ് എൻ്റെ കുറവിലേക്ക് വന്ന് എന്നെ എടുത്തുയർത്തുവന്ന പ്രത്യാശയാണ്. കുറ്റബോധം കൊണ്ട് ഈ ഭൂമിയിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ജ്ഞാനം 12:19. അവിടുന്ന് പാപത്തെക്കുറിച്ചുള്ള അനുതാപം നൽകി തൻ്റെ മക്കളെ പ്രത്യാശ കൊണ്ട് നിറച്ചു. മനോഹരമായൊരു വാക്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു പോലും കാണത്തില്ല. പ്രഭാഷകൻ 44:16. പ്രഭാഷകൻ 44:16 വചനം കേട്ടോണേ. ഹേനോക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തി, അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടും. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ബന്ധവുമില്ലാത്ത പോലെ തോന്നും. ഹേനോക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തി, അവിടുന്ന് അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ അടയാളമാണ്. അപ്പോൾ അനുതപിച്ച ഹേനോക്കാണ് അത്യുന്നതങ്ങളിലേക്ക് എടുക്കപ്പെട്ടത്. കണ്ടോ? അനുതാപം നമ്മളെ എടുത്തുയർത്തുകയാണ്. പുലി പതുങ്ങുന്നത് കൊതിക്കാനാന്ന് പറയത്തില്ലേ? അനുതാപി പതുങ്ങുന്നത് കൃപയിലേക്ക്, അഭിഷേകത്തിൽ ഉയരാനാണ്. അതുകൊണ്ടാണ് കുറവുകൾ പ്രിയപ്പെട്ടവരെ, കുറവുകൾക്ക് എന്ന് പറയാം ആയുസുള്ളത്? അത് ഏറ്റുപറയും പറയാം. പാമ്പിന് എപ്പോ വരെ ആയുസുള്ളത്? പാമ്പിന്റെ മാളത്തിലേക്ക് കയറി ചെല്ലുന്നവർ അതിന്റെ കഥ തീർന്നു. പാപം എന്നെങ്കിലും നമ്മുടെ ആത്മാവിന്റെ ഗുഹയിൽ നിന്നെടുത്ത് പുറത്തിട്ടാൽ അന്ന് പാപം പുണ്യമാകാൻ തുടങ്ങും. പാപം പരിണമിക്കാൻ തുടങ്ങും. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. നമ്മുടെ അകത്തിരുന്നാണ്. അതുകൊണ്ടാണ് സംഖ്യ 33-ാം അധ്യായത്തിൽ ഇങ്ങനെ കേൾക്കുന്നത്: നിന്റെ പാപം നിന്നെ വേട്ടയാടും. ഇനി എന്നാക്കെ പറഞ്ഞാലും, നമ്മൾ എത്ര മൂടിയാലും, എന്തുമാത്രം ഹിപ്പോക്രാറ്റിക് ആയാലും, എന്തുമാത്രം ഒരു മറയിട്ട് നടന്നാലും പാപം നമ്മളെ വേട്ടയാടിയിരിക്കും എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. പാപം ഏറ്റി പറയുമ്പം ഭൂന്നങ്ങും ചൊങ്ങിപ്പോകും. ബലൂൺ ചൊങ്ങുന്നത് പോലെ പാപത്തിന് ഏറ്റു പറയുന്നത് വരെ ആയുസുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനം
സുഭാഷിതങ്ങൾ 28-ാം അധ്യായം 13-14 വാക്യങ്ങൾ. സുഭാഷിതങ്ങൾ 28-13-14 വാക്യങ്ങൾ. ആ മനോഹരമായ വാക്യം ഇതാണ്: തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ കിട്ടും, അല്ലാത്തവൻ പരീക്ഷിക്കപ്പെടും. ജ്ഞാനം 6:6. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ വചനം? എളിയവന് കൃപയാൽ മാപ്പ് കിട്ടും, പ്രബലൻ കഠിനമായി പരീക്ഷിക്കപ്പെടും. എളിയവർക്ക് കൃപയാൽ മാപ്പ് കിട്ടും. തെറ്റിപ്പോയെന്നൊരൊറ്റ വാക്കിന്റെ മുമ്പിൽ സ്വർഗം കുനിയും. അതുകൊണ്ട് ജ്ഞാനത്തിൽ ജെറമിയായുടെ പുസ്തകം 26-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, തെറ്റുകളെ തിരുത്തുവിൻ. അങ്ങനെ തിരുത്തിയാൽ ദൈവം വരുത്തിയ അനർത്ഥങ്ങളെ കുറിച്ച് ദൈവവും അനുതപിക്കും. ദൈവവും അനുതപിക്കും. യെശയ്യായുടെ പുസ്തകം 57-ാം അധ്യായം 13-ാം വാക്യം: അത്യുന്നതനും സർവശക്തനുമായവൻ, അനന്തതയിൽ പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരുടെ കൂടെയും വസിക്കുന്നുണ്ടോ? ഉന്നത സ്ഥലത്ത് വസിക്കുന്ന ദൈവം ടപ്പേന്ന് താഴോട്ട് വീഴുക അനുതാപിയുടെ ഹൃദയത്തിലേക്ക്. അതിന്റെ അർത്ഥം എന്താ? അനുതാപിയുടെ ഹൃദയത്തിന് പട്ടം പോലെ ദൈവത്തിന്റെ മഹത്വത്തെ താഴേക്ക് ഇറക്കാനുള്ള കഴിവുണ്ട്. അനുതാപം നിരാശപ്പെടലല്ല, പൊട്ടിക്കരച്ചിലല്ല, ദൈവത്തിന്റെ കരുണയോർത്തുള്ള സന്തോഷമാണ്. ശമയോൻ കരഞ്ഞത് അങ്ങനെയാ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച ഒരു സംഭവം പറയാൻ പോവാ. എന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച സംഭവം, കോഴിക്കോടിന്റെ കടൽ തീരത്ത് ഒരു 9 വയസ്സുകാരൻ 10 വയസ്സുകാരൻ പയ്യനെ അമ്മ ഓടിക്കുകയാണ്. ഞാനിത് ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരോട് പറയാൻ ദൈവം വരുത്തി 10-900 പേർക്കും വേണ്ടി. പക്ഷെ ഈ സംഭവം എപ്പോൾ റിപ്പീറ്റ് ചെയ്താലും അതിൻ്റെ കൂടെ ഒരു അനോയിന്റിങ് ചലിക്കുന്നത് ഞാൻ കണ്ടിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കോഴിക്കോടിന്റെ തെരുവീതിയിൽ ഒരു 12-9 വയസ്സുകാരനെ അമ്മ ഓടിക്കുക. ചെറുക്കൻ പിമ്പിരി ഓട്ടമാണ്, തള്ള പുറയോടുകയാണ്. അമ്മ ചെറുക്കൻ നെഞ്ചത്തെന്തോ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പൊ കാണുമ്പോൾ നമുക്കറിയാം അമ്മ അടച്ചു വെച്ച ഡെപ്പിയിൽ നിന്നോ പരണിയിൽ നിന്നോ പാട്ടിൽ നിന്നോ ഇവൻ എന്തോ എടുത്തിട്ടുണ്ട്, ജിലേബി തുണ്ടോ അലുവ കഷ്ണമോ എന്തോ എടുത്തിട്ടുണ്ട്. നെഞ്ചത്തെന്തോ തിന്നാൻ എടുത്തു വെച്ചത് ഇങ്ങനെ അമ്മ അനുവദിക്കാത്തോണ്ട് ഇങ്ങനെ നെഞ്ചത്ത് വെച്ചിട്ട് ഓടുക, പറന്നോടുക. അമ്മ നിക്കടാന്ന് പറഞ്ഞ് പുറകെ ചെറുക്കൻ ഷൈനി വിൽസനെ പോലെ ഓടുന്നു, തള്ള പി ടി ഉഷയെ പോലെ ഓടുന്നു. ഭയങ്കര ഓട്ടം. ആൾക്കാരെല്ലാം ഓർത്തി എന്തൊരു കളിയാ, കോഴിക്കോടിന്റെ കടൽ തീരത്താ ഈ തള്ള ഇങ്ങനെ ചെറുക്കനായിട്ട് ഓടിക്കുമ്പോൾ അവരൊക്കെ വിചാരിച്ച് എന്തൊരു മൂതേവി തള്ളയത്, ഈ ചെറുക്കനെ കണ്ടാൽ ഓടിക്കാൻ തോന്നുന്നു. അയ്യോ, സുമുഖനായ ഒരു കുഞ്ഞ്, സുന്ദരനായ ഒരു കുഞ്ഞു, അവൻ പിമ്പിരി ഓടുക, പമ്പരം പോലെ ഓടുക, അമ്മ പുറകെ ഓടുക. അപ്പൊ ആൾക്കാർ പറഞ്ഞു ഈ എന്തൊരു മൂതേവി തള്ളി, ചെറുക്കൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് കാണാം, തിന്നിട്ടെന്ന് വെച്ചാൽ പോരെ. ആര് പറഞ്ഞിട്ടും ഈ തള്ള കൂട്ടാക്കുന്നില്ല, പുറകെ ഓടുന്നു. ചെറുക്കൻ 1.5 കിലോമീറ്റർ അടുത്ത് ഓടി വീണ്, പൂഴിമണ്ണിൽ വീണ്, അമ്മ പുറത്ത് വീണ്. അമ്മയുടെ കൈവിരലുകൊണ്ട് ചെറുക്കൻ്റെ കൈയെല്ലാം നഖമൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരിയൊക്കെ ഉരഞ്ഞ് രക്തമൊക്കെ വന്നു. ചെറുക്കൻ കരയാനും കാറാനും തുടങ്ങി. അമ്മ ഇതൊന്നും കൂട്ടാക്കാതെ അവൻ അടച്ച് പൂട്ടി കൈ കോർത്ത് വെച്ചിരുന്ന കനകമാണിക്യം പോലെ ചേർത്ത് വെച്ചിരുന്ന എന്തോ ഒന്ന് അവൻ്റെ കൈത്തണ്ടയിൽ നിന്നും എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു, കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പം ആൾക്കാരെല്ലാം പറഞ്ഞു, കഷ്ടം, എന്തൊരു ദ്രോഹി തള്ളയാ, മൂദേവി, നീ നിന്റെ ഈ കൊച്ചിന്റെ തള്ളതനാണോടി. എല്ലാവരും പൗശന്യത്തോടെ നോക്കാൻ തുടങ്ങി. ആൾക്കാരൊക്കെ ചുറ്റും കൂടി. ഈ ചെറുക്കൻ പൂഴിമണ്ണി കിടന്നങ്ങ് ഉരുളുന്നു. അവന്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അത്ര ബലപ്രയോഗം പിടിച്ചിട്ട് അമ്മ എടുത്ത് കളഞ്ഞത്. ആൾക്കാരെല്ലാം ക്രൂരതയോടെ ഈ തള്ളയെ നോക്കിയപ്പം ഈ അമ്മ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പുന്നാര കുഞ്ഞ, എനിക്ക് ഒറ്റ കുഞ്ഞേ ഉള്ളൂ. അവർ പറഞ്ഞു, ഫസ്റ്റ് കൊള്ളാം, നല്ല ഫസ്റ്റ് പാർട്ടിയാടി നീ തള്ള മൂദേവി, പോയി പണി നോക്കേണ്ടി. ഭയങ്കര ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് ക്രൂരരായി. ഈ അമ്മ കരയാൻ തുടങ്ങി. അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനോടുള്ളത് സഹതാപമാണ്, എനിക്ക് എൻ്റെ കുഞ്ഞിനോടുള്ളത് അലിവാണ്. നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനോടുള്ളത് വെറും ഒരു 10 വയസ്സിക്ക് ഗുണമില്ലാത്ത സഹതാപമാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിനോടുള്ളത് ആത്മാവിൻ്റെ ഉള്ളിൽ അച്ചുകുത്തിയ അലിവാണ്. അപ്പോൾ അവരിങ്ങനെ നിർനിമേഷരായി നോക്കി നിന്നപ്പം അമ്മ അവൻ്റെ ലൈഫ് സ്കെച്ച് പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് അറിയുമോ, എൻ്റെ കുഞ്ഞെൻ്റെ ജീവനാ, എൻ്റെ ചങ്ക, എൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയമാ, എൻ്റെ ആത്മാവിൻ്റെ ആത്മാവാ. എൻ്റെ കുഞ്ഞിനില്ലാത്തതൊന്നും എനിക്ക് വേണ്ട, എൻ്റെ ചങ്ക കരളാവൻ.
നമ്മളല്ലേ ഇവര് നീ പറഞ്ഞു തീർക്കടി പെണ്ണെ, പറയടി, പിന്നെ എന്തിനാടി ഈ കൊച്ചിനോട് ഇങ്ങനെ ചെയ്തെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവള് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് 2-2.25 വയസ്സുള്ളപ്പം അവൻ്റെ വായിൽ മുല്ലപ്പൂ മുട്ടുപോലെ പഞ്ചാര പാലല വിതറുന്ന പാൽപ്പല്ലുകൾ വന്ന കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഉണ്ണിയെ, എൻ്റെ വാവയെ മടിയിലെത്തി ഓരോന്നും പറയിച്ചു. വാവേ, എൻ്റെ ഉണ്ണി, അമ്മ ഉണ്ടാക്കി തരാം കേട്ടോ, അമ്മ എൻ്റെ വാവയ്ക്ക് നല്ല ചോറ് തരാമല്ലോ, ഇനി അമ്മ വാവയ്ക്ക് മിമി തരട്ടെ, മിമി ചുട്ട് തരട്ടെ, വാവയിരുന്നേ, വാവയ്ക്ക് അമ്മ നല്ല പാലൊക്കെ ചേർത്തത് ഇങ്ങനെ അമ്മ. ഞാൻ എൻ്റെ കുഞ്ഞിനെ മടിയിലെത്തി ഇതെല്ലാം ചെയ്യിച്ച് പഠിപ്പിക്കുമായിരുന്നു. ഒരിക്കൽ ഞാൻ അവന് വേണ്ടി കൂടി ഒരിച്ചിരി ചോറ് കഴിച്ചു കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഒരു പിടി ചോറ് അവന് കൊടുക്കാൻ വേണ്ടി വിശക്കുന്ന അവന് വേണ്ടിയിട്ട് കരുതലോടുകൂടി കഞ്ഞി ഉണ്ടാക്കുന്നതിനിടയ്ക്ക് അവനെ അവിടെ ഇരുത്തിയിട്ട് പുറത്തേക്ക് പോയി വരുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെറുക്കൻ അടുപ്പിലേക്ക് മൂത്രമൊഴിച്ചിട്ട് അടുപ്പിലെ കനലുകളെല്ലാം കെട്ടുപോയ കനലുകൾ കരിക്കട്ടകളായപ്പോൾ അതിലൊന്ന് കയ്യിലെടുത്തിട്ട് ഞാൻ തിരികെ വരുമ്പോൾ എൻ്റെ ചെറുക്കൻ വായിക്കകത്തൊരു കരിക്കട്ട വെച്ച് രാഗി തിന്നുന്നു. വാവേ, ഓടി വന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെ വാരി എടുത്തിട്ട് കൂടി എൻ്റെ മുത്തയുടെ ചക്കരയിലെ പൊന്നല്ലേ, അയ്യേ ഇച്ചിച്ചി കളഞ്ഞേ അയ്യേ എൻ്റെ ചക്കരക്കൂട്ട ഇത് കഴിക്കരുത്, ഇച്ചിച്ചിയാ. ഞാൻ കരിക്കട്ട എടുത്ത് കളഞ്ഞു. എൻ്റെ കൈ ഇട്ട് ടങ്ങിയത് പോലെ എൻ്റെ കുഞ്ഞിൻ്റെ എണ്ണാക്ക് വരെ പോയ കരിയും അഴുക്കുമെല്ലാം വടിച്ചു കളഞ്ഞിട്ട് വാ കഴുകിച്ചിട്ടും എൻ്റെ കുഞ്ഞിന് ഞാൻ കൽക്കണ്ടവും പാലുമെല്ലാം കൊടുത്തു. ഞാൻ പറഞ്ഞു, എൻ്റെ വാവേ, എൻ്റെ ഉണ്ണി നീ മിടുക്കനല്ലേ, എൻ്റെ ഉണ്ണി ചക്കര വാവയല്ലേ, കരിക്കട്ട കഴിക്കരുത്. കരിക്കട്ട കഴിക്കുമോ? കരിക്കട്ട കഴിക്കുമോ? എൻ്റെ കുഞ്ഞ് സമ്മതിച്ചു. 2.25 വയസ്സ് എൻ്റെ പൊന്ന് സമ്മതിച്ചു കരിക്കട്ട കഴിക്കത്തില്ലെന്ന്. എൻ്റെ ചെറുക്കനിന്ന് പ്രായം 10 ആയി. എൻ്റെ ചെറുക്കനിന്ന് പ്രായം 10 കഴിഞ്ഞു. കരിക്കട്ടയെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് നിങ്ങളെല്ലാം വിസ്മയിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കും. അവന് കരിക്കട്ടയുടെ ദൂഷ്യവശങ്ങൾ അറിയാം. അത് കണക്കിന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചെറുക്കിന് കരിക്കട്ടയിൽ ഇറങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ കുറിച്ച് അറിയാം. എങ്ങനെയാണത് കഴിക്കുന്നതെന്നും ചവർക്കുന്നതെന്നും അറിയാം. അവനറിയാം അത് കയ്പാണ്, ചവർപ്പാണ്, കവർപ്പാണ്, ഓക്കാനം വരുത്തുന്നതാണ്, ആമാശയത്തിന് ഹാനികരമാണെന്നെല്ലാം നിങ്ങൾക്കറിയാത്തതൊക്കെ എൻ്റെ ചെറുക്കനറിയാം. ഒരു ഇന്റർനാഷണൽ സിമ്പോസിയം പോലെ എൻ്റെ കുഞ്ഞ് അവതരിപ്പിച്ചേക്കും. പക്ഷേ ഒരു ചാക്ക് ലഡു കൊടുത്താലും ഒരു ചാക്ക് ജിലേബി കൊടുത്താലും എൻ്റെ ചെറുക്കൻ തിരിഞ്ഞു നോക്കത്തില്ല. പകരം തരം കിട്ടിയാൽ എൻ്റെ ചെറുക്കൻ ഒരു കരിക്കട്ടയ്ക്ക് വേണ്ടി കൈ നീട്ടും. ഇന്ന് വരെ ഈ 10 വയസ്സ് വരെ ഔട്ട് ഓഫ് ഹിസ് ഓൺ വിൽ, അവന്റെ ബോധം കൊണ്ട്, അവന്റെ മനസ്സുകൊണ്ട് അവൻ കരിക്കട്ട ഉപേക്ഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. തരം കിട്ടിയാൽ ഇന്നും എൻ്റെ പൈതൽ ഓടിപ്പോയി കരിക്കട്ട രാഗി തിന്നും. അത് കമർപ്പാണെന്ന് പറഞ്ഞാലും ചമർപ്പാണെന്ന് പറഞ്ഞാലും ജിലേബി കൊടുക്കാത്ത ഒരു മധുരം എന്തോ ഒന്ന് കരിക്കട്ട അവന് കൊടുക്കുന്നുണ്ട്. കരിക്കട്ട ഒരു സെക്കൻഡ് സ്കിൻ പോലെയാണ്, ഉരിഞ്ഞു പോരാത്ത ഒരു ഉടുവസ്ത്രം പോലെ അവന്റെ ഭാഗമായതുപോലെ ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഓടിച്ച് പുറകെ നടന്ന് അവന്റെ ബോധത്തിൽ ഞാൻ സ്വാധീനം ചെലുത്തി ഞാൻ എടുത്തു കളഞ്ഞാലേ ഇന്ന് വരെ അവൻ കരിക്കട്ട കളഞ്ഞിട്ടുള്ളൂ. ഞാൻ എടുത്തെടുത്ത് കളഞ്ഞ് പരിശീലിപ്പിക്കുക നാളെ അവന്റെ ബോധമണ്ഡലത്തെ ഒരുക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുമ്പോഴും പറയുമ്പോഴുമെല്ലാം നമ്മുടെ ശിരസ് ഒടിഞ്ഞു പോകേണ്ട കാര്യം, ഒരിഞ്ഞു പോരാത്തൊരു ഉടുവസ്ത്രം പോലെ ഉയിരിന്റെ ഭാഗമായ ഒരു കുറവ് നമ്മിൽ ബാക്കി നിൽക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അത് കണ്ടെത്തി കളയാൻ നമുക്ക് ദൈവസഹായം ആവശ്യമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വചനം കേൾക്കുമ്പോഴും പറയുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഓഫീസിൽ നയിക്കുമ്പോഴും ബോസായിരിക്കുമ്പോഴും കുടുംബത്തെ ഭംഗിയായി കൊണ്ടുപോകുമ്പോഴും എല്ലാം ശുശ്രൂഷ നയിക്കുമ്പോഴും ഒരു കരിക്കട്ട നമ്മളിൽ സാധ്യതയുണ്ട്. ഇനിയും നിനക്കൊരു കുറവ് ബാക്കിയുണ്ട്. ഈ അടുത്ത രാജ്യത്ത് ഒരു ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അനുഭവിച്ച ഒരു സംഭവമുണ്ട്. ഒരു വീക്കെൻഡ് ധ്യാനമാണ്. ഒരു വീക്കെൻഡ് ധ്യാനത്തിന് 10-50 പേര് ഒരു വലിയ റിട്രീറ്റ് സെന്ററിലേക്ക് വന്നു. ശുശ്രൂഷ തുടങ്ങിയപ്പോഴേ ഒരു 45 വയസ്സുകാരൻ കുടുംബനാഥൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ധ്യാന ടീമിനെ ഇപ്പം തന്നെ ഒന്ന് കാണണം, ഞാൻ ഈ ധ്യാനം കൂടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ്. അപ്പം അദ്ദേഹം കൗണ്ടറിൽ ഇരുന്ന ആളോട് പറഞ്ഞു, എൻ്റെ ഭാര്യ മാരകമായൊരു രോഗം ബാധിച്ച് കിടക്കുകയാണ്, അവൾക്ക് വെനസ്ട്രയിൽ സർജറി പറഞ്ഞിരിക്കുക, അവളെ കിട്ടത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. എനിക്ക് എൻ്റെ ഭാര്യയെ വേണം സഹോദരൻ, എനിക്ക് എൻ്റെ ഭാര്യയെ വേണം, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ വീക്കെൻഡിലെ ശമ്പളമെല്ലാം കട്ട് ചെയ്തിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ധ്യാനത്തിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഡൊമിനിക് ബ്രദറെ നേരിട്ട് അനുഭവിച്ചത്. മത്സരമുള്ള സഹോദരങ്ങളെ, അപ്പം ഈ മുമ്പിലിരുന്ന സഹോദരൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അതൊരു ചെറിയ കാര്യമല്ലേ എന്ന് കേട്ടതും ഈ ചെറുപ്പക്കാരൻ അങ്ങ് ദേഷ്യപ്പെട്ടു. ചെറിയ കാര്യമാണ്, എൻ്റെ ഭാര്യയുടെ കാര്യമാണ് പറഞ്ഞത്, എൻ്റെ ഭാര്യ എൻ്റെ ജീവന്റെ കാര്യമാണ് പറഞ്ഞത്. ഇയാൾ അങ്ങോട്ട് ദേഷ്യപ്പെട്ടപ്പോൾ വീണ്ടും ഈ ബ്രദർ പറഞ്ഞു,
സഹോദര, അതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ലേ? ഇത് കേട്ടത് ഇയാൾ പൊട്ടിത്തെറിച്ച്, താനൊക്കെ എവിടെ കൊണ്ടാണോ സുവിശേഷം പറയുന്നത്, എന്നതാണോ ബോധം പൊക്കണമില്ലാതെ ചെയ്യുന്നത്? ഇവിടെ എൻ്റെ കുടുംബത്തിന്റെ കാര്യം, ഈ വീക്കെൻഡിലെ പൈസ മുഴുവൻ നഷ്ടപ്പെടുത്തി ഈ ധ്യാനത്തിന് ഞാൻ വന്ന് കൂടുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നാണയത്തിൽ താന്നു പോകാതെ, കുഞ്ഞിപ്പോകാതെ ഈ ശുശ്രൂഷകൻ ആ സഹോദരന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറയും, സഹോദര, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഭാര്യയെ മാരകമായി വിപത്തിൽ നിന്ന് രക്ഷിക്കുക ദൈവത്തിനൊരു ചെറിയ കാര്യം തന്നെയാണ്. പക്ഷേ ഒരു വലിയ കാര്യമുണ്ട്, അത് നിങ്ങളുടെ വിശദീകരണമാണ്. ആ പറച്ചിന്റെ മുമ്പിൽ അയാൾ അമർന്നു, അയാൾ ഇരുന്നു, അയാൾ കരഞ്ഞു. ആ ധ്യാനത്തിൽ അയാൾ മറ്റെല്ലാം മറന്നിരുന്ന് തനിക്കുള്ള കുറവിനെ കുറിച്ച് അനുതപിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ഫെയറി ടെയിൽ പോലെ തോന്നാം. ധ്യാനത്തിന്റെ തലേന്ന്, തീരുന്നതിന്റെ തലേന്ന് അയാളുടെ മകൻ വിളിച്ചു, പപ്പായെ കിട്ടണം. ഞങ്ങൾ പറഞ്ഞ റെസിഡൻഷ്യൽ ധ്യാനമല്ലേ, പപ്പായ്ക്ക് മെസ്സേജ് ഉണ്ടേ പറയാം. പറഞ്ഞ് പപ്പായോട് പറയണം, ലാസ്റ്റ് സ്കാനിങ്ങിൽ മമ്മിയുടെ സർജറി ഒരു കാലമില്ലാതെ, ഫിക്സഡ് ടൈമില്ലാതെ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. ജോഷുവ 3:5, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ സ്കൂളാകട്ടെ, രാജ്യമാകട്ടെ, ശുശ്രൂഷയാകട്ടെ, പ്രസ്ഥാനമാകട്ടെ, രക്ഷപ്പെടുത്താനുള്ള വഴി കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജോഷുവ 3:5, നീ നിന്നെ തന്നെ ശുദ്ധി ചെയ്യുക, നാളെ നിങ്ങൾക്കിടയിൽ ഞാൻ അത്ഭുതം ചെയ്യും. നമ്മൾ ഏറ്റവും ബന്ധപ്പാടുള്ള കാര്യം എന്താണെന്നറിയോ? നമുക്ക് നമ്മളെ ശുദ്ധി ചെയ്യാൻ എളുപ്പമല്ല. മറ്റുള്ളവരെ ശുദ്ധി ചെയ്യാനും തിരുത്താനും കറക്റ്റ് ചെയ്യാനും പ്രബോധിപ്പിക്കാനും നമുക്കെല്ലാം സാധിക്കും. നീ നിന്നെ തന്നെ ശുദ്ധി ചെയ്യുക, എന്നാൽ നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതം ചെയ്യും. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നിന്നെ തന്നെ ശുദ്ധി ചെയ്യുക, നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതം ചെയ്യും. നമ്മൾ പ്രിയപ്പെട്ടവരെ 9:20 മുതൽ ആരാധനയിലേക്ക് പ്രവേശിക്കുക. അല്പം ആഴമായി നമുക്കിന്ന് ആരാധിക്കാം. ഇപ്രാവശ്യം നമുക്ക് കുമ്പസാരിക്കാൻ വകയില്ല, സാഹചര്യമില്ല. എങ്കിലും ദൈവത്തിന്റെ വലിയ കരുണയുടെ മുമ്പിൽ നമ്മുടെ പഴയകാല പാപങ്ങളെ ഓർക്കണം, ഏറ്റുചൊല്ലാനും അനുതപിക്കാനും സാധിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുതാപത്തിൻ്റെ ഒരു അഭിഷേകം കിട്ടട്ടെ. ഞാൻ ഒരു രസത്തിന് പറയുന്നതല്ല, ചിലപ്പോഴെങ്കിലും പരിശുദ്ധ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ നമ്മൾ കള്ളന്മാരാണ്. ചിലപ്പോഴെങ്കിലും ചില കുമ്പസാരം കേട്ടിട്ടുണ്ട്. കുമ്പസാരം എന്നതിനെ പറയാൻ പറ്റത്തില്ല. ചില കുമ്പസാരമൊക്കെ ഇനിയാണെങ്കിലും അതൊരു ദൈവത്തിൻ്റെ മുമ്പിൽ തുറവില്ലായ്മ. ഒരിക്കലും ഒരാൾ കുമ്പസാരിക്കാൻ വന്നത്, കുമ്പസാരമാണോ എന്ന് എനിക്കറിയത്തില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുമ്പസാരം വെളിപ്പെടുത്തുകയല്ല. അച്ഛാ, ഞാൻ ഒന്നര മാസമായി കുമ്പസാരിച്ചിട്ട് അത്യുന്നതന്റെ അഗാധമായ അനുഭവങ്ങൾ എനിക്ക് നിരന്തരം ലഭിച്ചിട്ടും സംശുദ്ധമായ ജീവിത സമർപ്പണത്തിന് എന്നെ തന്നെ ഒരുക്കുവാൻ എനിക്ക് സാധിച്ചില്ല. അയ്യോ ദൈവമേ, അപൂർവമായ ആ ദൈനംദിന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് വാരിച്ചെറിഞ്ഞിട്ടും അതിന് തക്ക വിധത്തിൽ പ്രതികരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നാ പാവമാണോ കർത്താവ് ഇത്? ദൈവം ദൂതന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ വ്യക്തമായ അനുഭവങ്ങളും അടയാളങ്ങളും നൽകിയിട്ടും അവയൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ, ഒരു നോവൽ സമ്മാനത്തിന് നോവൽ വായിക്കുന്ന പോലെയുള്ള ചില കുമ്പസാരങ്ങളുണ്ട്. കർത്താവെ, എനിക്ക് പിഴവ് പറ്റി എന്ന് പറഞ്ഞ് പുറത്തുപോയി മനം നൊന്ത് കരയുക. ദൈവം നമ്മളെ പൂട്ടാനും നശിപ്പിക്കാനുമല്ല. ചില മനുഷ്യരുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്ത് ആ മനുഷ്യൻ നമ്മൾ തന്നെയാണ് കേട്ടോ, ആ മനുഷ്യൻ നമ്മൾ തന്നെ. ഒരു മനുഷ്യൻ ഓടി കുമ്പസാരിക്കാൻ വന്നിരിക്കുക. ആ കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നത് ഇതൊരു ടിപ്പിക്കൽ കുമ്പസാരമാണ് ഞാൻ പറയുന്നത്, പക്ഷെ ഇത് കുമ്പസാരമല്ല. അതാണ് എൻ്റെ രസം. ഇറ്റ്സ് നോട്ട് എ കൺഫെഷൻ. അച്ഛാ, ഞാൻ കുമ്പസാരിച്ചിട്ട് 1.5 ആഴ്ചയായി. കഴിഞ്ഞ കുമ്പസാരത്തിലെ പ്രാചീനം നിർമ്മിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഇത് വ്യക്തമായിട്ട് നടന്നൊരു കാര്യം. അച്ഛൻ എന്നോട് കഴിഞ്ഞ കുമ്പസാരത്തിൽ പറഞ്ഞതുപോലെ ഞാൻ തരം കിട്ടുമ്പോഴെല്ലാം പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ പള്ളിക്കകത്തിരിക്കുമ്പോൾ ഉറക്കം വരും. അതുകൊണ്ട് ഞാൻ പുറത്ത് മോണ്ടലത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് കുഴപ്പമില്ലല്ലോ അല്ലേ അച്ഛാ? നല്ല തിരക്കിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. പിന്നെ എനിക്ക് ഇച്ചിരി ഉറക്കം വായിക്കണമെന്ന് ആഗ്രഹമാണ്. ഞാൻ പള്ളിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് വേണ്ട പോലെ കൊണ്ട് എനിക്ക് ആ പ്രാർത്ഥനയൊക്കെ വേണ്ട പോലെ വായിക്കാൻ പറ്റിയിട്ടില്ല. വേണ്ട പോലെ ഉറക്കം കൊണ്ട് വായിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല അച്ഛാ. അതൊരു കുറവാണ് അച്ഛാ. എനിക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്. ഇയാൾക്ക് ഒരു പാപവും കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ അച്ഛൻ 20 മിനിറ്റ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ 35 മിനിറ്റ് ശരിക്കും ഒറിജിനലായിട്ട് എന്ന് പറഞ്ഞിട്ട് കള്ളത്തരമില്ല. 30-40. പക്ഷെ പിന്നെ വൈകുന്നേരവും വരുന്നുണ്ട് അച്ഛാ. പിന്നെ പാപം തരേ ഒരു പാപവും കണ്ടെത്തുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കുമ്പസാരം വെറുതാവലായി പോകുമല്ലോ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഒടുവിൽ പുള്ളിക്കൊരു പാവം കിട്ടി കേട്ടോ. എന്നാണെന്നറിയോ? അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്. എൻ്റെ ഭാര്യയോ മറ്റോ എന്നോട് അവൾ ഇച്ചിരി വഴി വിട്ട് സംസാരിക്കും.
അവളോ മറ്റോ എന്നോട് ഇച്ചിരി തെറിയോ മറ്റോ പറഞ്ഞപ്പം അവളോടോ വല്ലോ അഴുക്ക് വല്ലം പറയാനോ വല്ലം ചിന്തിച്ചോ എന്നോ മറ്റോ എനിക്കൊരു സംശയം ഉണ്ടെന്ന്. എൻ്റെ ദൈവമേ, ഞാൻ എഴുന്നേറ്റ് ആ മനുഷ്യൻ്റെ കാലൊന്ന് കഴുകി കുടിക്കട്ടെ എന്നോർത്തതാ. ഇയാൾ ഞാൻ തമാശ പറഞ്ഞല്ല, ചിരിക്കാനും പറഞ്ഞല്ല. എൻ്റെ ഭാര്യ എൻ്റെ മേക്കിട്ട് കയറിയപ്പം അവളോടോ ഞാൻ വല്ലോ തെറിയോ മറ്റോ പറയാനോ മറ്റോ ചിന്തിച്ചോ എന്ന് ആ മനുഷ്യൻ കിടന്നുകൊണ്ട് ദണ്ണപ്പെടുകയാണ്. ഈ പരമപരിശുദ്ധന്മാരുടെ നടുവിൽ പാപികളാണ് നമ്മൾ ജീവിക്കുന്നത്. ആരും കുറ്റപ്പെടുത്തുകയില്ല. നമുക്ക് കുറവുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മളെ അത്ഭുതകരമായി ഉയർത്തുക. കാരണം ആ ഇറാഖിന്റെ പട്ടാളക്കാരെ കൊണ്ടുപോയി പിന്നെ കൊണ്ട് തടവിൽ പാർപ്പിച്ചപ്പോൾ എൻ്റെ കർത്താവ് എന്നെ കഴുകും, എന്നെ ഉയർത്തും. ഒരുമിച്ച് ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ഒരു അനുഭവം കൂടി ഞാൻ പറയാം. നമ്മുടെ ആളുകൾക്കിന്നും മറ്റുള്ളവരുടെ പാപം വെച്ചിട്ട് നമ്മുടെ പാപങ്ങളുടെ കുറവ് പറയും. ആ പൊതുയോഗത്തിൽ, ആ മീറ്റിങ്ങിൽ, ആ ഓഫീസിൽ അവരങ്ങനൊക്കെ ചെയ്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. ഞാൻ ഈ നാട്ടിൽ, ഈ വിദേശത്ത് നടന്നൊരു സംഭവം പറയാം. നാട്ടിൽ നിന്ന് വന്നൊരു അമ്മ ഒരിക്കൽ ധ്യാനം കൂടി, ധ്യാനത്തിൽ ഒരിക്കൽ അമ്മ ഇങ്ങനെ കരയുന്നതൊക്കെ കണ്ടു. പ്രത്യേകിച്ച് ധ്യാനത്തിന്റെ അവസാനമായിരുന്നു അന്ന് കുമ്പസാരം. അപ്പൊ ശരിക്കും മിഴിനീരോടുകൂടി ധ്യാനം കൂടുന്ന കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ഒരു വ്യക്തി നല്ല ചങ്കത്തടിച്ച് ധ്യാനം കൂടിയുള്ള സന്തോഷമായി. അപ്പൊ കുടുംബജീവിതത്തെക്കുറിച്ച് വിളക്കുകൾ പങ്കുവയ്ക്കലിന് ശേഷം നമുക്ക് ഈ ധ്യാനത്തിൽ അതൊന്നും പങ്കുവയ്ക്കാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കുടുംബജീവിതത്തിന്റെ ക്ലാസ്സിനുമൊക്കെ ശേഷമായിരുന്നു. അപ്പൊ ഈ അമ്മച്ചി ഓടി വന്ന് കുമ്പസാരിക്കണം. അച്ഛൻ്റെ അടുത്ത് എനിക്ക് കുമ്പസാരിക്കണം. അച്ഛൻ എന്നിട്ട് പ്രധാനമായിട്ട് ഈ അമ്മ ഏറ്റു പറയുകയാണ് കേട്ടോ. ഞാൻ ഇച്ചിരി മാറ്റിയാണ് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടി. കുമ്പസാരത്തിൽ ഇതൊരു സ്യൂഡോ കുമ്പസാരം ഞാൻ ഉണ്ടാക്കി പറയുന്ന നടന്ന ഒരു കാര്യത്തിൻ്റെ. എൻ്റെ മനസ്സിലുള്ള സഹോദരങ്ങളെ, അമ്മച്ചി പറയാൻ തുടങ്ങി, അച്ഛാ ഞാൻ വലിയ പാപി അച്ഛാ. അപ്പം ശരിക്കും അനുദപിക്കുന്ന കുമ്പസാരം, ശരിക്കും അനുദപിക്കുന്ന കുമ്പസാരം. ഞാൻ പറഞ്ഞല്ലോ, ഈ അമ്മച്ചി കണ്ണീരോടെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ. ശരിക്കും അനുദപിക്കുന്ന കുമ്പസാരം, ശരിക്കും ധ്യാനത്തിൻ്റെ വിജയമാണെന്ന് എനിക്ക് മനസ്സിലായി. അനുദപിക്കുന്ന കുമ്പസാരം. എൻ്റെ അച്ഛാ എനിക്ക് അച്ഛൻ്റെ അടുത്ത് തന്നെ ഞാൻ കുമ്പസാരിക്കാൻ വന്ന അച്ഛാ, ഞാൻ വലിയ ദുഷ്ടയാണ് അച്ഛാ. അപ്പോൾ അമ്മച്ചി എനിക്ക് അറിയാൻ തുടങ്ങി. എനിക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ മരുമോളെ ഞാൻ ആത്മാവും ശരീരവും കൊണ്ടും എല്ലാം ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് അച്ഛാ. അപ്പോൾ ശരിക്കും അമ്മച്ചി പൊട്ടിക്കരയുക. അപ്പം ശരിക്കും ഇങ്ങനൊരു കുമ്പസാരം കാണാൻ പറ്റുന്നൊരു ഭാഗ്യമാണ് കേട്ടോ. ശരിക്കും അനുഭവിക്കുന്നത്. അമ്മച്ചി ഒന്ന് കരയുക. അച്ഛാ, എൻ്റെ മോളുടെ സ്ഥാനത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന അച്ഛാ. അവൾക്ക് അമ്മയില്ല, അച്ഛാ, അപ്പനും ഇല്ല. അമ്മയായിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന അച്ഛാ. പക്ഷെ ഞാൻ അവളെ ഒരു അങ്ങനെ പോലെ ചെന്നും കരയാൻ പറഞ്ഞിട്ട് കുമ്പസാരം ഞാനിവിടെ അങ്ങ് കരഞ്ഞു പോവുക. ഞാൻ നോക്കിയപ്പം ഞാൻ ഇരിക്കുന്ന വല്ല വള്ളത്തിലാണെന്ന് എനിക്ക് സംശയം. കുമ്പസാരക്കൂടി ഈ പോക്ക് പോയാൽ ഒഴുകി പോകുന്നു. അതുപോലെ അമ്മച്ചിയും കരയുക, ചീറ്റുന്നു, തുമ്മുന്നു, കരയുന്നു. എന്നുവെച്ചാൽ ഞാൻ അവളോട് ചള്ളും പൊട്ടും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുഞ്ഞൊരിക്കൽ അമ്മച്ചിക്ക് പറയാൻ പറ്റുന്നു. എൻ്റെ കുഞ്ഞൊരിക്കൽ എൻ്റെ വാക്ക് കേട്ടിട്ട് മനം നൊന്ത് ആത്മഹത്യ ചെയ്യാൻ പോയച്ചാ എന്ന് പറഞ്ഞ അമ്മച്ചിയുടെ ഒറ്റ കരച്ചിൽ ഞാനും അങ്ങ് ദണ്ണപ്പെട്ടു പോയി. ദൈവമേ, അമ്മച്ചി എൻ്റെ വാക്ക് കേട്ട് എൻ്റെ മരുമോളെ ആത്മഹത്യ അത്രയ്ക്കും ദുഷ്ടയാണച്ചാ. എൻ്റെ അമ്മച്ചി മൊത്തം കരഞ്ഞിട്ട് കണ്ണീരെല്ലാം തുടച്ചിട്ട് പറയുകയാണ്, പിന്നെ അവളോട് എങ്ങനെ അങ്ങനെ പറയാതിരിക്കും അച്ഛാ. അത് കണക്കിനുള്ള വർത്താനം അച്ഛാ അവിടെ വായിന്ന് വരുന്നെന്ന്. അവിടെയും കൂടെ കുമ്പസാരം അമ്മച്ചി അങ്ങ് നടത്തി. ഞാനൊരു രസത്തിന് പറഞ്ഞതല്ല ഇത്. നമ്മുടെ കുമ്പസാരങ്ങളിലെല്ലാം കർത്താവേ എനിക്ക് പിഴവുണ്ട്, ദൈവമേ ഞാൻ സാരപ്പെട്ടവനാണ്, നീ താങ്ങിയില്ലെങ്കിൽ ഞാൻ വീണുപോകും എന്ന് പറയാൻ നമ്മുടെ കണ്ണ് തൊട്ട് എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ എല്ലാ അവയവത്തിലും കോശങ്ങളിലും ഒരു ചായ്ച്ചിലുണ്ടെന്നോർത്ത്. അതൊരു അഴുക്കെന്നോ അശുദ്ധിയെന്നോ മാത്രമല്ല, ഒരു കപടതയും കള്ളത്തരവും എല്ലാം ഉണ്ടെന്നോർത്ത് നമുക്ക് അനുദപിക്കാൻ സാധിക്കട്ടെ. മനുഷ്യഹൃദയം മറ്റൊന്നിനേക്കാളും കാപട്യമുള്ളതാണ്. അത് ശോചനീയമാം വിധം ദൂഷിച്ചതുമാണ്. ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് ആരാധനയിലേക്ക് പ്രവേശിക്കുക. നമ്മൾ കാണിച്ച ചില കള്ളത്തരങ്ങൾ, ഐ റിപ്പീറ്റ്, നമ്മൾ കാണിച്ച ചില കള്ളത്തരങ്ങൾ, ഐ അഗൈൻ റിപ്പീറ്റ്, നമ്മൾ കാണിച്ച ചില വക്രതകൾ അതേ ഫ്രീക്വൻസിയിൽ കാണിച്ച മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോഴെങ്കിലും വക്രതയിൽ മറ്റുള്ളവരെ നമ്മൾ തോപ്പിച്ചിട്ടുണ്ട്. ജെറമിയ 17:9, മനുഷ്യഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, അത് ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക?